ഹലോ ഹായ് ഗുഡ് ഈവനിങ് ആൾ ഗുഡ് ഈവനിങ്. യെസ് എടാ, എല്ലാ ആളുകളും എത്തിയിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ യെസ്, എൻ്റെ സൗണ്ട് തന്നെ എനിക്ക് കേൾക്കുന്നുണ്ട് അല്ലേ? ഞാനതൊന്ന് സൈലൻ്റ് ആക്കട്ടെ കേട്ടോ. ഓക്കെ, യാ. അപ്പോൾ എടാ, നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ലൈവ് ആണല്ലേ. അപ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നറിയാം. കാരണം നമുക്ക് എക്സാമിനല്ലേ നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മാർക്ക് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ നമുക്ക് നല്ല മാർക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഇപ്പോഴും ചിലപ്പോൾ ഈ ഒരു യൂണിറ്റ് ഒന്നും നന്നായിട്ട് അറിയാത്ത ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എടാ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലിങ്ക്, നമ്മുടെ ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ അല്ലേ, അതേപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഈ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇന്ന് സൺഡേ ആണ്. ചിലപ്പോൾ നിങ്ങളിൽ പല ആളുകളൊക്കെ എന്തായിരിക്കും, പുറത്തൊക്കെ ആയിരിക്കും. ആൻഡ് അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ക്രിസ്മസ് എക്സാം ആവാനായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി വലിയ സമയമൊന്നുമില്ല. ആൻഡ് ഈ എക്സാമിന് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് അറിയടാ? ജസ്റ്റ് 4 യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 4 യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 3rd യൂണിറ്റ് ആണ്, ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? യെസ്, എല്ലാ ആളുകളെയും നിങ്ങൾ കൂട്ടിയിട്ട് വരിക എന്നുള്ള കേട്ടോ. എന്താ പറഞ്ഞേ അമലൊക്കെ? എന്താ പറഞ്ഞേ? പൊന്നു ടുഡേ ഐ വെരി മിസ് യു ഡി എന്നുള്ള അല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ കുറേ കാലത്തിന് ശേഷമല്ലേ ഞാൻ ലൈവിന് വരുന്നേ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എങ്ങാനും മിസ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞേ എന്നുള്ളത് ഞാൻ വിചാരിച്ചു. പോട്ടെ അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇനി നേരെ കാര്യത്തിലേക്ക് വരാണ്. സോ ആ കാര്യത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ യെസ്, ഖദീജ ഷിഹാബ് ഹലോ. യെസ്, കുറേ ആളുകൾ ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, മിസ്സേ പേടിയാവുന്നു എന്നുള്ള. കുഞ്ഞുമോളെ പേടിയുണ്ടോ? എന്തിനാ പേടിക്കുന്നേ? പേടിക്കണ്ട കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും എന്നുള്ള കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഫെമിലിയർ ആക്കണം എന്നുള്ള. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമറിയോ കുറച്ച് പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരിക, ഓരോ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുക എന്നുള്ളതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ ആരോ ഒരാൾ വലിയ എന്തോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇതിൽ മനസ്സിലാവുന്നില്ല, ലാപ്പിൽ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. യെസ് മാം, പ്രൊഫൈൽ, സ്പീച്ച്, അപ്രിഷിയേറ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമോ എന്നുള്ള. ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സാമിന് അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളൊക്കെ യെസ് നിങ്ങളുടെ അടുത്തിൽ എത്തും കേട്ടോ. ഓക്കെ, യെസ്. മിസ്സേ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. യെസ്, മിസ്സിന് സുഖാണടാ. പക്ഷെ മിസ്സിൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. മിസ്സിന് അത്ര സുഖമില്ല, കാരണം കഫ് ആൻഡ് ഫീവർ എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ ആയതുകൊണ്ടും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന ലൈവ് ആണല്ലേ. അപ്പോൾ മാക്സിമം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മാക്സിമം അടിപൊളിയായിട്ട് കോണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുക, ആൻഡ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ള അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മിസ് വന്നിട്ടുള്ളത് ഇന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മുടെ ലിങ്ക് ഒന്ന് ഫ്രണ്ട്സിൻ്റെ എല്ലാ ആളുകളിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യണം. ദെൻ വാട്സപ്പിൽ നിങ്ങൾ ഇത് സ്റ്റാറ്റസ് വെക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം ആളുകൾ നിങ്ങൾ ഈ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ലൈവിലേക്ക് യെസ് എത്തിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുമോളെ മിസ് യു ടു. ഓക്കെ യെസ്. അപ്പോൾ നമ്മളിനി നേരെ കാര്യത്തിലേക്ക് വരികയാണ് കേട്ടോ. ഓക്കേടാ. സോ ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ, യൂണിറ്റിൻ്റെ പേര്. സോ നമുക്കൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടാകുന്ന ചാലഞ്ചസ് ആയിരിക്കില്ല മേ ബി നിങ്ങൾക്കുള്ള എന്നുള്ളതാണ്. സോ എവരി വൺ അല്ലേ, എല്ലാ ആളുകൾക്കും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് ആണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഓവർകം ദീസ് ഒബ്സ്റ്റക്കിൾസ് അല്ലേ. ഈ ഒബ്സ്റ്റക്കിൾസ്, നമ്മുടെ മുന്നിലുണ്ടാകുന്ന തടസ്സങ്ങൾ, നമ്മുടെ മുന്നിലുണ്ടാവുന്ന ചാലഞ്ചസ് നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്ത് വരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് വിചാരിച്ചോ അല്ലേ? നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും എന്ത് വേണം? നമുക്കൊക്കെ സക്സസ് ആവണം. ഈ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അല്ലേ. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ ലൈവ് കേൾക്കുന്നത് അല്ലേ? ഈ ലൈവൊക്കെ നിങ്ങൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം എന്നുള്ളതും നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ് അല്ലേ. ഞാൻ അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻസിനെ പ്രൗഡ് ആക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാ ആളുകളുടെയും മൈൻഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്, ഡ്രീം, ഗോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്
ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെയൊക്കെ മൈൻഡിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, പലതരത്തിലുള്ള ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നമുക്ക് ഗോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് എന്തിനുള്ള ഒരു കഴിവുണ്ടാവണം എന്നറിയടാ. യെസ്, ദ എബിലിറ്റി ടു സീസ് ദ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള. നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് വരും. ആ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതെന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം എല്ലാ ആളുകൾക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരേപോലെ തന്നെ ആയിരിക്കും അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ അവസരങ്ങൾ നമ്മൾ എങ്ങനെ സീസ് ചെയ്യുന്നു എന്നുള്ള, അല്ലെ, എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും വേണം. നമ്മൾ ഭയങ്കരമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആവണം. കാരണം ഞാനിപ്പോൾ ഇത് ചെയ്താൽ ഇത് ശരിയാവോ, അങ്ങനെയുള്ള തോട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആവണം എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് കുറച്ചൊരു മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ചാലഞ്ചസ് നമുക്ക് ഓവർകം ചെയ്തിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റുക എന്നുള്ള. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫിൽ നമ്മൾ പഠിക്കുന്ന ഇത്തരം കുറച്ച് കാര്യങ്ങളാണ്, സക്സസ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ എടാ മക്കളെ, ഇപ്പൊ നിങ്ങളുടെ സംശയം, ഇന്നിപ്പോ ലൈവ് ഒക്കെ ആണ് അല്ലെ, അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ലൈവ് ആണ്. സോ ഈ ലൈവിൽ ഇരുന്നാലേ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടാൻ പോവുക എന്നുള്ള അല്ലെ. സോ നോക്ക് മക്കളെ, ഇന്ന് അല്ലെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എന്തൊക്കെ നമ്മൾ പഠിക്കും, ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ദീസ് 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. എ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ DIDI എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് ദ പോം സ്റ്റാമർ. ഓക്കെ, സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള പോയം നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ നോക്ക്, യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ഹൗ ടു റൈറ്റ് എ ഇമെയിൽ അല്ലെ, എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുക. ദെൻ അതേപോലെ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ദെൻ ബ്ലോഗ്, ദെൻ അതേപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെ, ഒരു മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ഇന്ന് തീർക്കാൻ പോകുന്നേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടും. ഇന്നത്തെ ഈ ലൈവോട് കൂടിയിട്ട് യൂണിറ്റ് 3 നിങ്ങൾക്ക് സെറ്റ് ആക്കിയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാനുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, അവരൊക്കെ നിങ്ങളൊന്ന് കൊണ്ടുവരിക എന്നുള്ള കേട്ടോ. ഓക്കെ, കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് നെയിം സാറിന് സുഖായോ മിസ്സേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. യെസ്, നെയിം സാറിന് സുഖമായപ്പോൾ നേരെ അത് ഇങ്ങോട്ട് പകർന്നതാണ്. യെസ്, നെയിം സാർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സൗണ്ടൊക്കെ പോയിട്ട് നിങ്ങളുടെ ലൈവൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സോ സാർക്ക് ഇപ്പോൾ സുഖമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാർ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ സാറും അടുത്ത യൂണിറ്റും ആയിട്ട് വരും. ഓക്കെ, യെസ്, കുറേ ആളുകൾ എന്തൊക്കെയോ മിസ്സേ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, അൻസില മിസ്സിൻ്റെ സുഖല്ലേ. ഓക്കെ, യെസ് 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 യെസ്, എവിടെ ആയിരുന്നു മിസ്സേ എന്നുള്ളതോ. എടാ എവിടെ ആവാനാണ്, എനിക്കൊരു ഒരവസരം വരണ്ട നിങ്ങളെ അടുത്തേക്ക് വരാൻ. നിങ്ങളിത് കൊമേഴ്സ് എന്നെ ഇങ്ങനെ പഠിക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സാം ആവുന്ന സമയത്ത് ഞാൻ വരും, ഇങ്ങനെ പൊടി തട്ടി എടുത്തിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സൊക്കെ സെറ്റ് ആക്കാറേ എന്നുള്ള. ഓക്കെ, കമൻ്റൊക്കെ കുറേ കുറേ താഴത്തായി പോയല്ലോ. ഓക്കെ, യെസ്, അപ്പോൾ ഇനി നമ്മൾ അല്ലേ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, ഐ എം വെരി ഹാപ്പി. അപ്പോൾ നമ്മൾ ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അവർ ഫസ്റ്റ് ചാപ്റ്റർ എ 3 വീൽഡ് റെവല്യൂഷൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇംഗ്ലീഷിന്റെ ലൈവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും, ടെക്സ്റ്റ് ബുക്ക് ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും ഓക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുക എന്നുള്ള. കാരണം നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും എന്ത് ചെയ്യും, ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഓ ഈ ഏരിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ പറയുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും ടെൻഷനും തോന്നൂല, ഒട്ടും ടഫും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ള. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ഉള്ള ആളുകളൊക്കെ ടെക്സ്റ്റ് മുന്നിൽ തന്നെ വെക്കുക. ആൻഡ് മക്കളെ, ഇനി ടെക്സ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് PDF ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ആ PDF ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മാക്സിമം നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് റീഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ടെക്സ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഈ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു കോട്ട് ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് ഒരു കോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതെന്താ നോക്ക്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ആരാ പറഞ്ഞേ? മഹാത്മാഗാന്ധി. ഓക്കെ, സോ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ്. സോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു വേൾഡിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അല്ലേ അത് നമ്മൾ തന്നെ അല്ലേ, നമ്മളാവണം ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അല്ല വെറുതെ ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ആക്കണം, നിങ്ങൾ ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ഉപദേശിച്ചാൽ, ഇപ്പം ഞാൻ ഭയങ്കര മോശമാണെന്ന് വിചാരിച്ചു അല്ലേ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്നെ നോക്കും, മിസ് ഇങ്ങനെ ഒന്നല്ലല്ലോ എന്നുള്ളൊരു സംഭവം അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണോ ഈ ഒരു സമൂഹത്തിൽ, നമ്മൾ സറൗണ്ടിങ്സിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം ഫസ്റ്റ് നമ്മൾ
നമ്മളിൽ കൊണ്ടുവരാൻ തുടങ്ങുക അല്ലെ, നമ്മളിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഈ ഒരു കോട്ട് വെച്ചിട്ടാണ് യെസ് എന്താ പറഞ്ഞിട്ടുള്ളത്. എടാ മാം ലൈവ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ലൈവ് എപ്പോഴാ കയ്യാ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ, കല്യാണമാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ലൈവ് നമ്മൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തീർക്കണം. ഓക്കെ, നിങ്ങൾ നേരത്തെ നല്ല അടിപൊളിയായിട്ട് സഹകരിച്ച് നല്ല കമന്റും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, എനർജറ്റിക് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒറ്റ ലാഗില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ലൈവ് തീർക്കാൻ വേണ്ടി പറ്റും എന്നല്ല. ഓക്കെ, സോ എടാ ടെക്സ്റ്റിൽ നോക്ക്, ആ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ നമ്മൾ എന്തിനാ റീഡ് ചെയ്യുന്നതെന്ന് അറിയോ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. ആ പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റുമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും പല എസ്സേകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഓൺട്രപ്രീനർഷിപ്പിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഓൺട്രപ്രീനർഷിപ്പിനെ പറ്റി പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള പല പോയിന്റ്സും അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ദെൻ ഇവിടെ എന്താ പറഞ്ഞേ, എ കരിയർ ഷുഡ് അൺഡൗട്ട്ലി ബി സക്സസ് ഓറിയന്റഡ്. നമ്മളൊക്കെ അല്ലേ കരിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാവണം, അതിലൊരു സംശയമില്ല അല്ലെ, അൺഡൗട്ട്ലി എന്നാ പറഞ്ഞിട്ടുള്ള ഒരു സംശയമില്ല, നമ്മൾ അത് എന്താവണം, സക്സസ് ഓറിയന്റഡ് ആവണം എന്നുള്ള. സോ ദി ഡെഫിനിഷൻ ഓഫ് സക്സസ് ഹാവ് ചേഞ്ച്ഡ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇന്നത്തെ ഈ ഒരു മോഡേൺ വേൾഡിൽ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ, അതിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ള, കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ പണ്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യുക, നമ്മൾ എന്താണോ അല്ലെ, നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആണോ എഞ്ചിനീയർ ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളാണോ, ഓക്കെ അതാണ് സക്സസ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ കുറച്ച് മുന്നേ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻ ദ മോഡേൺ വേൾഡ്, ഈ പ്രസന്റ് വേൾഡിൽ ആ സക്സസിന് കൊടുക്കുന്ന ഡെഫിനിഷന് മാറ്റം വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞ കേട്ടോ. അതെന്താ നോക്ക്, സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് മണി, നമ്മൾ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് സക്സസ് എടാ, അതല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലേ. നോക്ക്, ഇറ്റ് ഈസ് അബൌട്ട് പെർസ്യൂയിങ് എക്സലൻസ്. നമ്മുടെ എക്സലൻസ് എന്താണോ, നമ്മുടെ സ്കിൽ എവിടെയാണോ കിടക്കുന്നത് അല്ലേ, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കില്ലായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു എക്സലൻസിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സലൻസിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പിന്തുടരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദ സൊസൈറ്റി, നമ്മൾ അല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ, ഈ സൊസൈറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അത് സക്സസ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അല്ല ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ എക്സലൻസ് നമ്മൾ പെർസ്യൂ ചെയ്യുക, അതോടൊപ്പം ടു മേക്ക് സം ഡിഫറൻസ് ഇൻ അവർ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കൊണ്ടുവരാ എന്നുള്ളത് കേട്ടോ. സോ നോക്ക്, ദ യൂണിറ്റ് ഇൻട്രൊഡ്യൂസസ് ദ കോൺസെപ്റ്റ് ഓൺട്രപ്രീനർഷിപ്പ്. അപ്പോൾ ഈ യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്, ഓൺട്രപ്രീനർഷിപ്പിനെ പറ്റിയിട്ട് അല്ലെ, സംരംഭത്വത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. സോ ആൻഡ് ഓൾസോ എംഫസൈസസ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഇതിൽ എന്തും കൂടി എംഫസൈസ് ചെയ്യുന്നുണ്ട്, യെസ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഓരോ തൊഴിലിന്റെ അല്ലെ, തൊഴിലിന്റെ ലേബറിന്റെ ഡിഗ്നിറ്റിനെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ്. യെസ് അതിന്റെ ആ ഒരു ഡിഗ്നിറ്റിനെ പറ്റിയിട്ടും കൂടിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ള. എല്ലാ ലേബറിനും എന്താണ് അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ലേബർ ആയിരിക്കും ചിലപ്പോൾ വേറൊരാൾ ചെയ്യുന്നത്, പക്ഷെ എന്റെ ജോബിന് എന്താണോ അതിന് അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, ആ ആള് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. സോ നമ്മൾ എന്ത് പഠിക്കണം, വി ഷുഡ് റെസ്പെക്ട് അല്ലെ, നമ്മൾ എല്ലാത്തിനും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം എന്നുള്ളതൊക്കെ. സോ ഇറ്റ് കംപ്രൈസസ് ആൻ ഇന്റർവ്യൂ വിത്ത് എ യങ് ഓൺട്രപ്രീനർ എ 3-wheeled revolution. സോ ഈ യൂണിറ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇർഫാൻ ആലത്തിനോട് അല്ലെ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് എ പേഴ്സണൽ സ്റ്റോറി ദീദി ബൈ ഷഹീൻ മിസ്ത്രി കേട്ടോ. ഷഹീൻ മിസ്ത്രി എന്നുള്ള ആളുടെ ഒരു പേഴ്സണൽ സ്റ്റോറി ദീദിയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ലേൺ എ പോം ബൈ എസ് സച്ചിദാനന്ദൻ നെയ്മ് സ്റ്റേമർ അല്ലെ. സ്റ്റേമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സോ നോക്ക്, ദ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാണ് കേട്ടോ. ഓക്കെ, യെസ് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാണ്. സോ നോക്കും, യെസ് എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, എ 3-wheeled revolution എന്നുള്ളതാണ്. അതൊരു ഇന്റർവ്യൂ ആണ് എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കടാ, ഈ ഫോട്ടോയിൽ നോക്ക്, യെസ് ഇതാണ് കേട്ടോ നമ്മൾ ആ ചാപ്റ്ററിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഹീറോ കേട്ടോ, ഇതാണ് നമ്മുടെ ഇർഫാൻ ആലം എന്ന് പറഞ്ഞാലോ, ഇതാണ് ബാക്കിയുള്ള ആളുകളാണ് സമ്മാനിലെ അല്ലെ, സമ്മാൻ ഫൗണ്ടേഷനിലുള്ള നമ്മുടെ റിക്ഷ പുള്ളേഴ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെ പറ്റി ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അബൌട്ട് ഇർഫാൻ ആലം ആണ്. ആരാണ് ഇർഫാൻ ആലം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ എന്താണ്, ഇർഫാൻ ആലത്തിനോട് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്തറിയണം, ആരാണ് ഇർഫാൻ ആലം എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. യെസ് നമ്മൾ അറിയണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇർഫാൻ ആലം എന്ന് പറഞ്ഞാൽ is the founder and chairman of Sammaan Foundation. ആളെന്താണ്, സമ്മാൻ ഫൗണ്ടേഷന്റെ
ചെയർമാൻ ആണ്, ദെൻ ഫൗണ്ടർ ആണ് എന്നുള്ള. സോ അതെന്താണ് എന്നുള്ള അല്ലെ, എന്താണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നോക്ക്, an Indian company which organizes the rickshaw pulling sector in Bihar. അപ്പോൾ അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. അത് എന്തിനാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്നുള്ള ബീഹാറിലുള്ള ഒരുപാട് റിക്ഷ പുള്ളിങ് സെക്ടർ അല്ലെ, ഒരുപാട് റിക്ഷ പുള്ളേഴ്സിനൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശരിക്കും ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. സോ സമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്പെക്ട് എന്നുള്ള കേട്ടോ. സോ ത്രൂ ഹിസ് ലീഡർഷിപ്പ് സമ്മാൻ ഹാസ് ഇംപ്ലിമെന്റഡ് ഇന്നോവേഷൻസ് ടു ഇൻക്രീസ് ഓപ്പറേറ്റർ ഇൻകം സച്ച് ആസ് അഡ്വർടൈസിംഗ് ആൻഡ് മ്യൂസിക്, ന്യൂസ് പേപ്പേഴ്സ്, ഫസ്റ്റ് എയ്ഡ്, water and juice for the passengers. Okay. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇർഫാൻ ആലം എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു. ഓക്കെ, ഹി ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. സോ സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. അതെന്തിനാണ് ശരിക്കും ഓർഗനൈസ് ചെയ്യുന്നത്, റിക്ഷ പുള്ളിങ് സെക്ടർ ഇൻ ബീഹാർ അല്ലെ, ബീഹാറിലുള്ള ഒരു കൂട്ടം റിക്ഷ പുള്ളേഴ്സിനൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന ഇർഫാൻ ആലം, യെസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ത്രൂ ഹിസ് ലീഡർഷിപ്പ് അല്ലെ, സമ്മാൻ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് അറിയാം. ഈ ഇർഫാൻ ആലം കുറേ ഈ റിക്ഷ പുള്ളേഴ്സ് ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് അവരിൽ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഈ റിക്ഷ അല്ലെ, റിക്ഷ എന്ന് പറഞ്ഞാൽ നോക്കടാ, ഇതാണ് കേട്ടോ റിക്ഷ. ഡൽഹിയിലൊക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും റിക്ഷ അല്ലെ, അവിടെയൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും എന്തുണ്ടാവും, റിക്ഷ എങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും എന്നുള്ള. ഓക്കെ, അപ്പൊ ഈ റിക്ഷകളിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. ഓക്കെ, അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക്, ദെൻ ന്യൂസ് പേപ്പേഴ്സ്, അതേപോലെ ഫസ്റ്റ് എയ്ഡ്, വാട്ടർ, ദെൻ ജ്യൂസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, അതിലിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്ക് വേണ്ടിയിട്ട്, പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് എന്നുള്ള. എന്നിട്ട് നോക്ക്, ആലം വാസ് ഓൾസോ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻ ഇന്ത്യ. ഓക്കെ, ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രീപെയ്ഡ് സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളും ആരാണ്, ഇർഫാൻ ആലം ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ റിക്ഷയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ എന്താണ്, അപ്പോൾ അത് പാസഞ്ചേഴ്സ് വാങ്ങും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഇവർ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആര്, ഈ സമ്മാൻ ഫൗണ്ടേഷനും അഥവാ ഈ ഇർഫാൻ ആലത്തിൻ്റെ സമ്മാൻ ഫൗണ്ടേഷനും ഈ റിക്ഷ പുള്ളേഴ്സും നമ്മൾ അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ. സോ ഇൻ ഓൺലി 2 years ആലം ഹാസ് ബിൽറ്റ് എ ഫാമിലി ഓവർ 1 lakh റിക്ഷ ഓപ്പറേറ്റേഴ്സ് അക്രോസ് 9 states in India. അങ്ങനെ വെറും 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആലമിന് അല്ലെ, ആലത്തിൻ്റെ കീഴിൽ, ഇർഫാൻ ആലത്തിൻ്റെ കീഴിൽ 1 ലക്ഷത്തിൻ്റെ മുകളിൽ റിക്ഷ അല്ലെ, റിക്ഷ ഫാമിലി തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെന്നുള്ള. അത്രയും ആളുകൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ബീഹാറിന് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം ഇന്ത്യയിലുള്ള 9 സ്റ്റേറ്റ് 9 സ്റ്റേറ്റിൽ വരെ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ ഓൾദോ എ ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രൂണർ, ആലംസ് എഫേർട്ട് ടു എംപവർ ദോസ് അറ്റ് ദ ബോട്ടം ഓഫ് ഇന്ത്യാസ് സോഷ്യൽ ഹൈറാർക്കി ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് വൈഡ്ലി എന്നുള്ള അല്ലെ. അപ്പോൾ ആലം ശരിക്കും ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള അല്ലെ, ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്നത് ഒരു വലിയ മാറ്റമാണെങ്കിൽ പോലും അത് എവിടുന്ന് തുടങ്ങുന്നത്, ഏറ്റവും ബോട്ടമായിട്ടുള്ള, അതായത് ഭയങ്കര സാധാരണക്കാരയിലാണ് അദ്ദേഹം ഈ ഒരു സംഭവം ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അല്ലെ. അപ്പം അങ്ങനെയുള്ള ഈ ബോട്ടം ഓഫ് ഇന്ത്യ സോഷ്യൽ ഹൈറാർക്കി എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ്റെ ഈ ഒരു സോഷ്യൽ ഹൈറാർക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും താഴെ തട്ടിൽ അല്ലെ, അതായത് ഏറ്റവും ഒരു ലോ ലെവലിൽ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ അവരെ എംപവർ ചെയ്തുകൊണ്ടാണ് ആര് മാറ്റം കൊണ്ടുവരുന്നത്, ആര് സക്സസ് ആവുന്നത്, ഇവിടെ ഇർഫാൻ ആലം എന്നാ പറഞ്ഞത്. അതായത് ഇർഫാൻ ആലം ഇങ്ങനെ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ ഇർഫാൻ ആലത്തിന് നേട്ടമുണ്ട്, ഒപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ബോട്ടമിൽ നിൽക്കുന്ന ഈ ഒരു സോഷ്യൽ ഹൈറാർക്കിക്ക് വരെ വലിയ രീതിയിലുള്ള എംപവർമെന്റ് വരുന്നു എന്നുള്ള. സോ ഹി ഹാസ് വൺ ദ ബിസിനസ് ബാസിക്കർ അല്ലെ, അങ്ങനെ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ വേൾഡ് ബാങ്ക്സ് ഇന്നോവേഷൻ അവാർഡ്. അപ്പോൾ ഈ 2 അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള. സോ ആലം ഹാസ് ഓൾസോ ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ആൻഡ് ഹിസ് ബിസിനസ് മോഡൽ വാസ് റീസെന്റ് ഫീച്ചേർഡ് ബൈ ദ എക്കണോമിസ്റ്റ് അല്ലെ. അങ്ങനെ അദ്ദേഹത്തിന് എന്താണ്, ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ അല്ലെ അദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ് മോഡൽ എന്താണ്, എക്കണോമിസ്റ്റിലൊക്കെ ശരിക്കും റീസെന്റ് ആയിട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ള. സോ അറ്റ് ദ ഓൺട്രപ്രീനർഷിപ്പ് സമ്മിറ്റ് ഹെൽഡ് അറ്റ് വാഷിംഗ്ടൺ DC അല്ലെ, വാഷിംഗ്ടൺ DC വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഈ ഓൺട്രപ്രീനർഷിപ്പ് സമ്മിറ്റിൽ ഏത് വർഷം, ഇൻ 2010. അപ്പോൾ ആ ഒരു വർഷം നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന അല്ലെ, അന്നത്തെ കാലത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഒബാമ കോംപ്ലിമെന്റഡ് ഇർഫാൻ ആലം വിത്ത് ദ വേർഡ്സ്. അദ്ദേഹം എന്താണ് ശരിക്കും, എങ്ങനെയാണ് നമ്മുടെ ഇർഫാൻ ആലത്തിനെ കോംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ള. എങ്ങനെയാണെന്നറിയോ, നോക്ക്, യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ
ഞാൻ ചെയ്യുന്ന ജോബിനേക്കാളും അല്ലേ ടഫറായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒബാമ വരെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇർഫാൻ ആലത്തിനെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ആരാണ് ഇർഫാൻ ആലം എന്നുള്ളത് മനസ്സിലായല്ലോ മക്കളെ? യെസ്. സോ ഇനി ടെക്സ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. സോ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്? മോസ്റ്റ് ടീനേജേഴ്സ് ഡ്രീം ബിഗ്. എല്ലാ ആളുകളും അല്ലേ, ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ, കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകളൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കും കാണാം. ഇപ്പൊ അല്ലേ നിങ്ങൾക്കൊക്കെ എന്തുണ്ടാവുക, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളുടെ ഒക്കെ ഡ്രീം എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യടാ, ഒന്ന് കമന്റ് ചെയ്യും. ടീച്ചർക്ക് ഒന്ന് മനസ്സിലാവട്ടെ നിങ്ങളുടെ ഒക്കെ ആ ഡ്രീം എന്താണ് എന്നുള്ളത്. കാരണം വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഇപ്പൊ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ടൈമാണ് ഇത് അല്ലേ. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം ഒക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ പറയുന്നത് അത്തരത്തിലുള്ള സ്വന്തമായിട്ടുള്ള അല്ലെ ആ ഒരു ഡ്രീം പെർസ്യൂ ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്നുള്ള. യെസ്, കുറെ ആളുകൾ ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഇവിടെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസിന്റെ ആൾക്കാരൊക്കെ അല്ലേ ഉള്ളേ? ഓക്കെ, യെസ്. അതേപോലെ തന്നെ യെസ് ഒരേ ആളുകൾ IAS ഒക്കെ ഉണ്ട്. ACCA ടീച്ചർ, IAS, നഴ്സിംഗ്, ബിസിനസ് വിമൻ, കുറെ ആളുകളുണ്ടല്ലോ ലെക്ചേഴ്സ് ആയിട്ട്. അപ്പോൾ യെസ് പല ആളുകളുണ്ട് അല്ലേ. യെസ്, പല തരത്തിലുള്ള ആളുകൾ, ബാങ്കിന്റെ ആളുകളുണ്ട്. എല്ലാവരും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ദ വിന്നർ ഓഫ് ഓട്ടോമോട്ടീവ് റേസ്. നൈസ്. കുറെ ആളുകളുണ്ട്. ഓക്കെ, യെസ്, സോ ഹാപ്പി. കുറെ IAS ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല പല ഡ്രീംസ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ വലിയ വലിയ ഡ്രീംസ് കാണുന്ന ഒരു സമയമാണ് ശരിക്കും നിങ്ങളുടേത് ഇപ്പൊ എന്നുള്ള അല്ലെ. അപ്പൊ ഇവിടെയും പറഞ്ഞിട്ടുള്ള എന്നാണ്, മോസ്റ്റ് ടീനേജേഴ്സ് ഡ്രീം ബിഗ്, സം ഓഫ് ദം പെർസ്യൂ ദെയർ ഡ്രീംസ് ചൂസിങ് എ പാത്ത് ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് അതേഴ്സ്. ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? യെസ്, അവരുടെ ഡ്രീംസ് അവർ പെർസ്യൂ ചെയ്യും. അത് മാത്രമല്ല ചൂസിങ് എ പാത്ത് ഡിഫറെന്റ് ഫ്രം അതേഴ്സ് എന്നുള്ള, മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വഴി എന്ത് ചെയ്യും ചില ആളുകൾ തിരഞ്ഞെടുക്കും എന്നുള്ള. സോ ദേ ഡിസൈൻ ദെയർ ഓൺ റൂട്ട് ഓഫ് ലൈഫ്. അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ലൈഫിന്റെ റൂട്ട് അവരെന്നെ ഡിസൈൻ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ പോവാതെ അവരുടേതായിട്ടുള്ള ആ ഒരു ഡ്രീമിൽ എത്താൻ വേണ്ടിയിട്ട് ആ ഒരു റൂട്ട് അവർ പ്ലാൻ ചെയ്യും. സോ സക്സസ് ഈസ് ഫോർ ദോസ് ഹു തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ഡിഫറെന്റ്ലി. സോ ഇവിടെ പറയുന്നത് സക്സസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യങ്ങൾ അല്ലെ, വലിയ രീതിയിലുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നത്. ഇപ്പൊ നമ്മളോട് APJ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. യെസ്, എന്താ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെ, ഇപ്പൊ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴാണല്ലേ നമ്മൾ എന്താണ് ഇപ്പൊ ഒരു എയ്റോപ്ലെയിൻ ഓടിക്കുന്ന ഒരു പൈലറ്റ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലായിരിക്കും ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രെയിൻ ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അല്ലെ. അപ്പൊ വലിയ ഡ്രീമൊക്കെ ചിലപ്പോൾ നമ്മൾ കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യണം എന്നുള്ള. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ഉണ്ടാവും, നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ള. സോ നോക്ക്, ഹാവ് യു കം അക്രോസ് ദ വേർഡ് ഓൺട്രപ്രീനർഷിപ്പ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വേർഡ് എന്നുള്ള അല്ലെ. നിങ്ങളൊക്കെ ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ എന്താണ് ഭയങ്കര ഫെമിലർ ആയിരിക്കും അല്ലെ ഈ ഓൺട്രപ്രീനർഷിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ. കാരണം ഇപ്പൊ അത്രയും ആ രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഓൺട്രപ്രീനർഷിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ മീറ്റ് ഇർഫാൻ ആലം, an entrepreneur who changed the lives of many people through his innovative enterprise അല്ലെ. അദ്ദേഹത്തിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സംരംഭത്തിലൂടെ ഒരുപാട് ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇർഫാൻ ആലം ആയിട്ടുള്ള അദ്ദേഹത്തിനോടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ ഹിയർ ഈസ് എൻ ഇന്റർവ്യൂ വിത്ത് ഹിം റീഡ് ഔട്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റിൽ തന്നെ നോക്ക് എന്താ പറഞ്ഞത്, ഇഫ് യു ആസ്പയർ ടു ലിവ് ഇൻ എ ഹാപ്പിയർ വേൾഡ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നല്ലൊരു ഹാപ്പിയർ ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, വി മസ്റ്റ് എംപവർ ദോസ് ലിവിങ് ഓൺ ദ മാർജിൻസ് ഓഫ് സൊസൈറ്റി. അഥവാ നമ്മുടെ സൊസൈറ്റിയിൽ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ, മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യുക, എംപവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, നല്ലൊരു ഹാപ്പിയർ വേൾഡിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള. കാരണം എന്താണ്, ഒരുപാട് ആളുകൾ നമ്മൾ കാരണം ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് എംപവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഇല്ലാത്ത അല്ലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൗഡും ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഒക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ തുടങ്ങുന്നത് എന്നുള്ള കേട്ടോ. സോ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയടാ, ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ടെക്സ്റ്റിൽ ഇന്റർവ്യൂ പോലെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഒരു ചോദ്യം, ദെൻ ഇർഫാൻ ആലത്തിന്റെ റിപ്ലൈ, ഈ രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട്, ഇത് വായിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള. സോ ഇവിടെ ആദ്യം തന്നെ അല്ലെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് മുന്നിൽ വെക്കുന്ന
ഐഡിയ എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? ഐഡിയ ഓഫ് entrepreneurship ആണ്. ഓക്കെ, സോ നോക്ക് എങ്ങനെയാണ് അല്ലെ ഇർഫാൻ ആലത്തിന്റെ ഈ ഒരു ഐഡിയ ഓഫ് entrepreneurship എങ്ങനെയാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്? ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഈ രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് ഇർഫാൻ ആലത്തിന് വന്നേ എന്നുള്ളത് നോക്ക്. ഫ്രം ചൈൽഡ്ഹുഡ് itself ഇർഫാൻ ആലം ഹാഡ് ബിസിനസ് മൈൻഡ് ഇൻ ഹിസ് മൈൻഡ് അല്ലെ, ബിസിനസ് ഐഡിയാസ് ഇൻ ഹിസ് മൈൻഡ്. ചെറുപ്പം തൊട്ടേ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഈ ഒരു ബിസിനസ് ആ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ട് എന്നല്ല. സോ വൺസ് വൈൽ ട്രാവലിംഗ് ഇൻ എ റിക്ഷ, അങ്ങനെ ഒരു ദിവസം അതെങ്ങനെ ഈ റിക്ഷയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. സോ ഹി ഫെൽ തേഴ്സ്റ്റി, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അല്ലെ ആ ഒരു ദാഹം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് തോന്നിയ സമയത്ത് ബട്ട് ദ റിക്ഷ പുള്ളർ ഹാഡ് നോ വാട്ടർ വിത്ത് ഹിം, പക്ഷേ റിക്ഷ പുള്ളറിന്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല. അപ്പൊ വെള്ളമൊന്നുമില്ലാത്ത സമയത്ത് at once the idea struck him that there was a chance for selling water bottles in rickshaws. Yes, അപ്പൊ ആ സമയത്താണ് എന്ത് യെസ് ഈ ഇർഫാൻ ആലത്തിന്റെ ഉള്ളിലുള്ള ആ ബിസിനസ് ഐഡിയ ശരിക്കും പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള അല്ലെ. അപ്പ ക്ലിക്ക് അയാളുടെ മൈൻഡിൽ എന്താ വന്നേ? ഈ റിക്ഷ അല്ലെ, ഇങ്ങനെയാണെങ്കിൽ റിക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്ടർ ബോട്ടിൽ വിൽക്കാനുള്ള അല്ലെ സെല് ചെയ്യാനുള്ള ഒരു അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലേ എന്നുള്ള. കാരണം ഇങ്ങനൊക്കെ ഏതെങ്കിലും പാസഞ്ചേഴ്സിന് ദാഹിച്ചാലോ, അപ്പോൾ അങ്ങനെ ദാഹിക്കുന്ന സമയത്ത് ഈ റിക്ഷ അല്ലേ ഡ്രൈവറിന് കൊടുക്കാൻ അതിൻ്റെ ഉള്ളിൽ എന്തില്ല, ഒരു ബോട്ടിൽസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊടുത്താൽ അത് ക്ലിക്ക് ആവും എന്നുള്ളൊരു ഐഡിയ വന്നു. ഓക്കെ, സോ ദ വെരി നെക്സ്റ്റ് ഡേ ഹി അറേഞ്ച്ഡ് സം റിക്ഷാസ് വിത്ത് വാട്ടർ ബോട്ടിൽസ് ആൻഡ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 8 rupees. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം കുറച്ച് റിക്ഷാ പുല്ലേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ വാട്ടർ ബോട്ടിൽസ് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് അല്ലെ, അവരുടെ റിക്ഷയിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ ദിവസം തന്നെ അദ്ദേഹം 8 rupeesന്റെ പ്രോഫിറ്റ് അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ള ലാഭം ഉണ്ടാക്കി. സോ എഗെയിൻ in the 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം അല്ലെ, അങ്ങനെ 1992 വീണ്ടും എന്തായി സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം വന്നു. അപ്പൊ ആ സമയത്ത് പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഹി ഹെൽപ്ഡ് ഹിസ് ഫാദേഴ്സ് ഫ്രണ്ട്സ് ടു റിക്കവർ ദ ലോസസ് അല്ലെ. അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ആളുകൾക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹി ഹെൽപ്ഡ് ദം ടു റിക്കവർ ദാറ്റ് ലോസസ്. ആ ലോസസ് ഒക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഫ്രണ്ട്സിനൊക്കെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ, എന്തിലേക്ക്, ഈ ഒരു റിക്ഷയിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി. ഓക്കെ, സോ ഇൻ 2006 ഇർഫാൻ പ്രസന്റഡ് ഹിസ് ബിസിനസ് പ്രൊപ്പോസൽ ഓഫ് റീഡിസൈനിങ് ദ റിക്ഷാസ് അറ്റ് എ TV ഷോ ബിസിനസ് ബാസികർ. സോ ബിസിനസ് ബാസികർ എന്ന് പറയുന്ന ഈ ഒരു TV ഷോയിൽ അല്ലെ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ബിസിനസ് പ്രൊപ്പോസൽ അദ്ദേഹം വെക്കാണ്, ഈ ഒരു റിക്ഷന്റെ സംഭവങ്ങൾ റീഡിസൈൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. എന്നിട്ട് എന്തായി, which awarded him first prize. അങ്ങനെ നമ്മുടെ ഇർഫാൻ ആലത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. സോ ഹിസ് ഐഡിയ വാസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് ഇൻ ദ റിക്ഷാസ് ആൻഡ് ടു സെൽ പ്രോഡക്ട്സ് ലൈക്ക് മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പർ, വാട്ടർ ബോട്ടിൽ എക്സെട്ര അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടി. അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റിക്ഷയുടെ ചുറ്റും കുറച്ച് അഡ്വർടൈസ്മെന്റ് ഒക്കെ വെക്കണം, എന്നിട്ട് മൊബൈൽ കാർഡ് അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ന്യൂസ് പേപ്പർ ഒക്കെ അതിലെന്ത് ചെയ്യുക, സെല് ചെയ്യുക എന്നുള്ള. അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ നിർഭാഗ്യവശാൽ കേട്ടോ, നിർഭാഗ്യവശാൽ എന്തായത്, ദ ഷോ കുഡന്റ് അഗ്രി വിത്ത് ഹിസ് നോട്ട് ഫോർ പ്രോഫിറ്റ് അപ്രോച്ച് ആൻഡ് ഹി റെഫ്യൂസ് ദ പ്രൈസ് മണി. പക്ഷെ ഈ ഷോ അതിലെന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല എന്നുള്ള അല്ലെ. അവന്റെ ഈ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് അവർ എന്ത് ചെയ്തില്ല, ആ ഒരു സംഭവം അവർ അഗ്രി ചെയ്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, ഇവനും അപ്പൊ ആ പ്രൈസ് മണി റെഫ്യൂസ് ചെയ്തു എന്നുള്ള അല്ലെ. അദ്ദേഹം ആ ഒരു പ്രൈസ് മണി അദ്ദേഹം റെഫ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഐഡിയ അല്ലെ, ഐഡിയ ഓഫ് ഓൺട്രപ്രീനർഷിപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് എന്നുള്ള കേട്ടോ. എങ്ങനെയാണ് എവിടെ നിന്നാണ് അത് പൊട്ടി പൊളിച്ചത് എന്നുള്ളത് മനസ്സിലായല്ലോ. അതെങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ തേഴ്സ്റ്റ് ഒക്കെ അനുഭവപ്പെട്ട സമയത്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സ്കോപ്പ് അവിടെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓക്കെ, സോ എങ്ങനെയാണ് സമ്മാൻ ഒരു സോഷ്യൽ വെഞ്ചർ ആയി മാറിയത് അല്ലെ, Sammaan as a social venture. Okay, അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ നോക്ക്. Sammaan Foundation is born as Irfan understand the problems of the rickshaw pullers. Sammaan Foundation എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇർഫാൻ ആലം കറക്റ്റ് മനസ്സിലാക്കി അല്ലെ, വാട്ട്സ് ദ പ്രോബ്ലം എന്നുള്ളത്, എന്താണ് അവിടുത്തെ പ്രശ്നം, ഈ റിക്ഷാ പുള്ളേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് കറക്റ്റ് ആളെ മനസ്സിലാക്കി. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു നോക്ക്, എന്താണ് ആദ്യം മനസ്സിലാക്കിയത്, they have earned a little after paying rent for the vehicles. ഇപ്പോൾ അവരെല്ലാവരും ഈ റിക്ഷ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ റിക്ഷ പക്ഷെ അവരുടേതല്ല, സ്വന്തമായിട്ടുള്ളല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഡെയിലി റിക്ഷ കൊണ്ടുപോകും. സോ ദേ ഹാവ് ടു പേ അല്ലെ, ഒരു ഹൈ റെന്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ റെന്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള, കുറച്ചേ പിന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും
ഉണ്ടാവുള്ളൂ അന്നന്ന് അല്ലേ, ഓരോ ദിവസവും. സോ Sammaan's way of operation is to organize the entire rickshaw sector so that their lives are changed അല്ലെ. അപ്പൊ സമ്മാന്റെ ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ അവിടെയുള്ള മൊത്തത്തിലുള്ള ഈ റിക്ഷ പുള്ളേഴ്സിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് അവരുടെ ലൈഫ്സ് തന്നെ ശരിക്കും മാറ്റിമറിക്കുക, ചേഞ്ച് ചെയ്യുക എന്നുള്ള. സോ ഫോളോയിങ് എ വെരിഫിക്കേഷൻ പ്രോസസ് ദേ ആർ ഗിവൻ ട്രെയിനിങ് ഇൻ ട്രാഫിക് റൂൾസ് ആൻഡ് എറ്റിക്കേറ്റ് അല്ലെ. അതായത് എന്നിട്ട് എന്ത് ചെയ്തു, സമ്മാൻ ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ള കുറെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ട്രാഫിക് റൂൾസും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലെ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. Then loans are arranged from banks for buying the vehicle. എന്നിട്ട് സമ്മാൻ ഫൗണ്ടേഷന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഇവർക്ക് സ്വന്തമായിട്ട് റിക്ഷ വാങ്ങാനുള്ള ആ ലോൺ പാസ്സാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനുള്ള സഹായം കാര്യങ്ങളും അറേഞ്ച്മെന്റ് സമ്മാൻ ഫൗണ്ടേഷൻ ചെയ്തു കൊടുക്കുന്നു. സോ ഹെൽത്ത് ഇൻഷുറൻസ്, ID കാർഡ് ആൻഡ് യൂണിഫോം ആൾസോ ആർ പ്രൊവൈഡഡ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ റിക്ഷ പുള്ളേഴ്സിന് ആവശ്യമുള്ള ഹെൽത്ത് ഇൻഷുറൻസ്, ID കാർഡ് അല്ലെ, അതേപോലെ തന്നെ യൂണിഫോം ഒക്കെ അവർക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനൊക്കെ കൊടുത്തിട്ട് അവരെന്താണ്, അവരൊരു ഓർഗനൈസേഷൻ്റെ അല്ലെ ആ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാക്കുക എന്നുള്ള. സോ നോക്ക്, ഓൾ ദീസ് ഗിവ് ദം എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ടു എ ഫാമിലി. അപ്പം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ തോന്നുകയാണ് അല്ലെ, ഒരു ഞാനും അല്ലെ ഈ ഒരു ഫാമിലിയിൽ അംഗമാണ്, ഇതിൽ ഞാനും ബിലോങ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവരുടെ മൈൻഡിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാന്നറിയ ഇവര്, every morning the vehicle reach a yard of Sammaan and load their items like water bottles, mobile cards, newspaper etc. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നറിയോ, ഈ റിക്ഷ പുള്ളേഴ്സ് അവരുടെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് വരാം. ഓക്കെ, ഈ ഒരു ഒരു യാർഡിലല്ലേ സമ്മാന്റെ ഒരു സ്ഥലത്തേക്ക് വരും. അവിടെ വന്നിട്ട് അവിടുന്ന് ഇവരെല്ലാം ഇന്ന് രാവിലെ ലോഡ് എടുക്കാന്ന് പറയും അല്ലേ. അപ്പോൾ ലോഡ് എടുക്കുന്ന പോലെ തന്നെ ഇവർ കറക്റ്റ് വാട്ടർ ബോട്ടിൽസ്, മൊബൈൽ കാർഡ്, അതേപോലെ ന്യൂസ് പേപ്പർ ഒക്കെ രാവിലെ എല്ലാവരും അവരുടേതായിട്ടുള്ള റിക്ഷയിൽ കയറ്റിയിട്ട് പിന്നെ അവിടുന്ന് പോകും എന്നുള്ള. എന്നിട്ട് എന്ത് ചെയ്യും, ഈവനിങ് ദ പ്രോഫിറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് ദ റിക്ഷ പുള്ളർ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എത്രയാണോ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയത് അതിങ്ങനെ കറക്റ്റായിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്യും, സമ്മാനമായിട്ടും ദെൻ ഈ റിക്ഷ പുള്ളേഴ്സിന് കുറച്ചു അല്ലേ, അതേപോലെ തന്നെ കറക്റ്റായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ പാസഞ്ചർ ഫെയർ ഈസ് സോൺലി ഫോർ ദ വെഹിക്കിൾ ഓണർ. അപ്പോൾ പാസഞ്ചർ കയറിയിട്ട് കിട്ടുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ റിക്ഷ പുള്ളേഴ്സിനുള്ളത് തന്നെ. ഓക്കെ, അല്ലാതെ ഈ വിറ്റിട്ട് കിട്ടുന്ന സംഭവം മാത്രമാണ് ഇവരിങ്ങനെ ഡിവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദ സിസ്റ്റം ഹാസ് ഇൻക്രീസ്ഡ് ദ റവന്യൂ ബൈ 30 to 40%. അങ്ങനെ മൊത്തത്തിൽ എന്താണ് 30 to 40% വരെ പെർസെൻറ്റേജ് വരെ ആ റവന്യൂ ശരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്രീസ് ആയി. സോ അക്കോർഡിംഗ് ടു ഇർഫാൻ ആലം, റിക്ഷാസ് ആർ കൺവീനിയൻറ്റ് വെഹിക്കിൾസ് ടു ട്രാൻസ്പോർട്ട് ടു പീപ്പിൾ ബിറ്റ്വീൻ മെട്രോ സ്റ്റേഷൻ അല്ലെ. ഒരു മെട്രോ സ്റ്റേഷനിൽ അടുത്ത മെട്രോ സ്റ്റേഷൻ വരെ ഇങ്ങനെ പോകാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റിക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം റിക്ഷയിൽ ഈ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ബീങ് eco-friendly, they are the vehicles of the future. അപ്പോൾ ഭാവിയിലെ വെഹിക്കിൾ എന്നല്ലേ നമ്മൾ നോക്കിക്കാണുന്ന ആ ഒരു വെഹിക്കിളും കൂടിയാണ് ശരിക്കും നമ്മുടെ ഈ റിക്ഷ എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്, അത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് അപ്പോൾ ആ രീതിയിൽ അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു സംഭവം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ സെറ്റ് അല്ലേ, എങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷന്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇർഫാൻ ആലത്തിന് അല്ലെ ഇപ്പൊ നമ്മളോടൊക്കെ പറയാനുള്ള ഈ ഓൺട്രപ്രീനർഷിപ്പിൽ അദ്ദേഹത്തിന് തരാനുള്ള അഡ്വൈസ് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ നോക്ക്, an entrepreneur is a person who identifies an opportunity and makes it an enterprise. അപ്പോൾ ഈ ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ, ഒരു സംരംഭകൻ ഓൺട്രപ്രൂണർ എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെയാണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, എവിടെയാണ് ശരിക്കും അവസരം അല്ലെ, അവസരം ഉള്ളത്, എവിടെ എന്തിട്ടാലാണ് വെക്കുക, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ഇട്ടാൽ ചിലപ്പോൾ സക്സസ് ആവില്ല, പൊട്ടിപ്പോവും അല്ലെ, പൊട്ടിപ്പോവും, നമുക്ക് വൻ ലോസുകളൊക്കെ വരും. അപ്പോൾ കറക്റ്റായിട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, എന്നിട്ട് അതിനെ നമ്മളൊരു പതുക്കെ നല്ലൊരു എന്റർപ്രൈസ് ആയിട്ട് മാറ്റുക, നല്ലൊരു സംരംഭമായിട്ട് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു ഓൺട്രപ്രൂണർ എന്ന് പറഞ്ഞാൽ. സോ നോക്ക്, പീപ്പിൾ generally discourage the youth from taking risk in life. പൊതുവെ നമ്മുടെയൊക്കെ ചുറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും, യൂത്തിനൊക്കെ അല്ലെ, യുവാക്കളൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തും ഇങ്ങനെ ഓൺട്രപ്രീനർഷിപ്പ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. സോ however entrepreneurship tackles the problem of unemployment in the country. പക്ഷെ ശരിക്കും ഈ ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് അത് മറികടക്കുന്നുണ്ട് എന്നുള്ള അറിയോ, ഇന്ത്യയിൽ ഇപ്പം എല്ലാ ആളുകൾക്കൊക്കെ ജോലി തരാൻ ഗവൺമെന്റിൻ്റെ അടുത്തുണ്ടോ, ഇല്ല. അല്ലേ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ജോലി ചിലപ്പോൾ നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് അല്ലെ, തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് ഒരു പരിധി വരെ മറികടക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഈ ഓൺട്രപ്രീനർഷിപ്പിനും പറ്റുന്നുണ്ട് എന്നുള്ള. കാരണം ഒരുപാട് ഓൺട്രപ്രീനർഷിപ്പ് അല്ലെ, ഓൺട്രപ്രീനേഴ്സിനൊക്കെ നമുക്കറിയാം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് ചുറ്റുണ്ട്. അപ്പോൾ എത്ര ആളുകൾക്ക് ജോലി
കിട്ടുന്നത് അല്ലേ? അവിടെയൊക്കെ പല പല പോസ്റ്റിലും പല ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെ ആളുകൾക്ക് ജോലി കിട്ടല്ലേ? അപ്പൊ ആ ജോലി കിട്ടുന്ന രീതിയിൽ തന്നെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഭയങ്കരമായിട്ട് കുറക്കാൻ ഇത്തരത്തിലുള്ള ഓൺടർപ്രീനർഷിപ്പിന് പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ് എന്നാ പറഞ്ഞത് അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? സോ അലോങ് വിത്ത് ഹാവിങ് എ ഡ്രീം, നമുക്കൊക്കെ ഡ്രീം ഉണ്ടാവും, സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഡ്രീം ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നറിയോ? ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട കുറച്ച് റിസ്ക് ഉണ്ട്. വെറുതെ ആർക്കും ഡ്രീം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പെട്ടെന്നൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെ റിസ്ക് ആണോ ഞാൻ എടുക്കേണ്ടത് അത് കിട്ടാൻ, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഇവിടെ അതാ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ റിസ്ക്കും കാര്യങ്ങളും അല്ലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് എടുക്കുക എന്നുള്ളത് മോർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കേട്ടോ. അപ്പൊ നോക്കും, ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്ക് കേട്ടോ. എന്താ പറയുന്നത്? Irfan Alam visited your school and invited suggestion from you to modify cycle rickshaw. Draft 2 suggestions which you think would improve cycle rickshaws. അല്ലേ? അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മാർച്ച് 2020 ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഇർഫാൻ ആലം ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ വന്നതെന്ന് വിചാരിച്ചു അല്ലേ, വിസിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നമ്മളോട് ക്ഷണിക്കാണ് ഈ ഒരു റിക്ഷാൻ്റെ അല്ലേ, ഈ ഒരു സൈക്കിൾ റിക്ഷയിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ചോദ്യം നോക്കുക, ഇതും അങ്ങനെ തന്നെയാണ് അല്ലേ. യെസ്, സമ്മാൻ പ്ലാൻ ചെയ്യാണ് റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ think about some useful modification that you would like to suggest to Irfan Alam. So negotiate your ideas with your partner and make a final list of modification. Draft an email to Irfan Alam. അല്ലേ? അപ്പോൾ ഇവിടെയും ഈ രണ്ട് സ്ഥലത്തെയും ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയടാ, ഇതിന്റെ മോഡിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ, ഈ സൈക്കിൾ റിക്ഷയുടെ മോഡിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള സജഷൻസ് എന്താണ് എന്നുള്ളതാണ് രണ്ട് ക്വസ്റ്റ്യനിലും നമ്മളോട് ചോദിച്ചത്. ഓക്കെ, സോ ആദ്യത്തേൽ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞ, കാരണം അത് 2 മാർക്കിനാണ്. അപ്പോൾ നമ്മൾ പോയിന്റ് ആയിട്ട് ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞ ഇമെയിൽ ആയിട്ട് അയക്കാനാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നോക്കുക, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമെയിൽ ആണ് എന്നുള്ള. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റൈറ്റ് എൻ ഇമെയിൽ, ദെൻ അതോടൊപ്പം തന്നെ 2 സജഷൻസ് ആണ് കേട്ടോ. 2 സജഷൻസും കൂടിയാണ് ടു ഇംപ്രൂവ് ദ മോട്ടോർ സൈക്കിൾ അല്ല, നമ്മുടെ എന്താണ് സൈക്കിൾ റിക്ഷ അല്ലെ. സൈക്കിൾ റിക്ഷനെ അതിൽ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് അതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഒരു ഇമെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം ആദ്യം അല്ലെ? ആർക്കാണോ നമ്മൾ ഇമെയിൽ അയക്കുന്നത് ആ ഇമെയിൽ ID നമ്മൾ അവിടെ കൊടുക്കണം. സോ ഇവിടെ നമ്മൾ ആർക്കാണ് സജഷൻ കൊടുക്കുന്നത്? നമ്മളെ ഇർഫാൻ ആലത്തിനാണ് അല്ലെ. അപ്പൊ നോക്ക്, irfanalam@gmail.com എന്നുള്ള ആ മെയിൽ ID നമ്മൾ അവിടെ കൊടുത്തു. ഓക്കെ, ദെൻ CC/BC നിങ്ങൾ എന്ത് ചെയ്യേണ്ട? CC/BCC നിങ്ങൾ ഫിൽ ചെയ്യേണ്ട, കാരണം അത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ നമ്മൾ ഫിൽ ചെയ്താൽ മതി. ഓക്കെ, സോ പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? ഫ്യൂ സജഷൻസ് റിഗാർഡിംഗ് ദ മോഡിഫിക്കേഷൻ ഓഫ് റിക്ഷാസ്. ഈ റിക്ഷാസിൽ മോഡിഫിക്കേഷൻ നടത്തുന്നതിലുള്ള കുറച്ച് നമ്മുടെ സജഷൻസ് ആണ് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ സബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് നമ്മൾ കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാര്യങ്ങൾ പറയാൻ നോക്ക്. ഡിയർ ഇർഫാൻ, ഐ ഹാവ് കം ടു നോ ദാറ്റ് യു ആർ പ്ലാനിങ് ടു മേക്ക് സം യൂസ്ഫുൾ മോഡിഫിക്കേഷൻ ഇൻ ദ റിക്ഷാസ് ടു ഇംപ്രൂവ് ദെയർ സർവീസസ് അല്ലെ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു റിക്ഷയിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവരണം എന്നുള്ള അല്ലെ. സോ ഐ വുഡ് സജസ്റ്റ് ദ ഫോളോയിങ് മോഡിഫിക്കേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ച് മോഡിഫിക്കേഷൻസ് താഴെ അല്ലെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള. സോ ഫസ്റ്റത്തെ പോയിന്റ് എന്താ? പ്രൊവൈഡ് ദ റിക്ഷാസ് വിത്ത് എ ഫോൺ ഫ്രം വിച്ച് ട്രാവലർ ക്യാൻ കോൾ. Of course, the travelers will be charged for the calls they make. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ റിക്ഷാസിൽ ഒരു ഫോൺ വെക്കുക. അപ്പം എന്ത് ചെയ്യുക? ട്രാവലേഴ്സിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ചൂടെ? ഓക്കെ, അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. അത് മാത്രമല്ല അവർ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ചിട്ടുള്ള ഒരു ചാർജും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ സജഷൻ. രണ്ടാമത്, let each rickshaw have a small space where tissues are kept. കുറച്ച് എന്ത് ചെയ്യുക? ടിഷ്യൂസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്മോൾ സ്പേസ് അവിടെ ഉണ്ടാക്കി വെക്കുക റിക്ഷയിൽ. The travelers can use them to blow their nose if they want and clean their hands. അവരുടെ ഹാൻഡ്സ് ഒക്കെ ക്ലീൻ ആക്കാനല്ലേ, മൂക്ക് പിടിക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. ദെൻ അടുത്തത് എന്താ? പ്രൊവൈഡ് എ സ്മോൾ ബിൻ, ചെറിയൊരു ബിന്ന് വെക്കുക അല്ലേ, ഓൺ വൺ സൈഡ് ഓഫ് ദ റിക്ഷ, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ഡെപ്പോസിറ്റ് ദ സ്കിൻ ഓഫ് ഫ്രൂട്ട്സ് ഓർ ദ റാപ്പേഴ്സ് ഓഫ് കാൻഡീസ് ഓർ ദ യൂസ്ഡ് ടിഷ്യൂ. അവർ ഉപയോഗിച്ചിട്ടുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ മിഠായിൻ്റെ ഒക്കെ തൊലികൾ, ദെൻ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തോല് അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ബിന്നിൽ കൊണ്ടുവെക്കാൻ പറ്റും. സോ വിത്തൗട്ട് ലിറ്ററിങ് ദ റോഡിൽ അത് ഇടുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്പോൾ അവിടെ തടയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെറിയ ഒരു ബിന്നൊക്കെ അതിൽ സെറ്റ് ചെയ്തോളൂ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 3 സജഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക? നമുക്ക്
നമുക്ക് നിർത്താം. നമ്മളിങ്ങനെ വലിച്ചു വാരി എഴുതണ്ടല്ലോ. കാരണം നമുക്ക് അറിയാത്ത ഒരു ഇർഫാൻ ആലത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സജഷൻ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ എന്താണ്, ഒരുപാട് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഇമെയിൽ അയക്കുന്ന പോലെ നമ്മൾ ഇവിടെ എഴുതണമെന്നില്ല. ഓക്കെ, സോ നിർത്തുമ്പോൾ നോക്ക്, ഐ ഹോപ്പ് യു വിൽ ഗിവ് ഡ്യൂ കൺസിഡറേഷൻ ടു മൈ സജഷൻസ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ സജഷൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദെൻ സിൻസിയർലി ദെൻ റീഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഇമെയിൽ അയക്കുന്നത് എന്നുള്ളതും. ആൻഡ് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ അല്ലേ ഈ ഒരു നമ്മുടെ സൈക്കിൾ റിക്ഷയിൽ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ സജഷൻസ് കൊടുക്കാം, അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ക്ലിയർ ആണല്ലോടാ. Then അടുത്ത ചോദ്യം നോക്കിട്ടോ. Do you agree with Irfan Alam that it is important to dream but it is equally important to take calculated risk to achieve your dream? അല്ല, ഇവിടെ നമ്മളോട് ചോദിച്ചത് ഇർഫാൻ ആലത്തിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ള. കാരണം ഇർഫാൻ ആലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് it is important to dream അല്ലെ, സ്വപ്നം കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. but it is equally important to take calculated risks to achieve your dream. നിങ്ങളുടെ ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ, കറക്റ്റ് ആ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റിസ്ക് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മോർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള അല്ലേ. Yes, so express your opinion in a paragraph of 80 words. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്. സോ 4 മാർക്കിന് 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാടാ. ഇവിടെ ചോദിച്ചത് ഡു യു അഗ്രി എന്നുള്ള അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ആൻസർ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ പറയേണ്ടത് നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ടോ, അഗ്രി ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, സോ നോക്ക്, ഐ wholeheartedly agree. ഞാൻ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയത്തോട് കൂടിയിട്ട് ഞാൻ അഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വിത്ത് ഇർഫാൻ ആലൻസ് സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റോട്. സോ നോക്ക്, ഡ്രീമിംഗ് പ്രൊവൈഡ് ആസ് വിത്ത് വിഷൻ ആൻഡ് മോട്ടിവേഷൻ അല്ലെ. ഡ്രീം നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യാം, നമുക്ക് നല്ലൊരു വിഷനും നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ പ്രചോദനം ഒക്കെ നമുക്ക് തരും എന്നുള്ളതാണ്. ബട്ട് വിത്തൗട്ട് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക് ദോസ് ഡ്രീംസ് ഓഫൻ റിമെയിൻ അൺഅറ്റൈനബിൾ. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് നമ്മൾ എടുക്കാതെ ഒരിക്കലും അല്ലെ നമ്മുടെ ആ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നേടാൻ പറ്റാത്ത അൺഅറ്റൈനബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് അത് അവിടെ നിൽക്കും. യെസ്, സോ ടേക്കിംഗ് റിസ്ക് ഡസന്റ് മീൻ ബീങ് റെക്ലെസ്. സോ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അശ്രദ്ധരായിരിക്കുക എന്നുള്ളതല്ല എന്നുള്ള അല്ലെ. റെക്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അശ്രദ്ധ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അശ്രദ്ധരാവണം എന്നുള്ളതല്ല. ഇറ്റ് മീൻസ് മേക്കിംഗ് ഇൻഫോർമഡ് ഡിസിഷൻ അല്ലെ, കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങുക. ആൻഡ് സീസിങ് ഓപ്പർച്യൂണിറ്റീസ്, യെസ് എന്താ പറഞ്ഞിട്ടുള്ളത്, ആൻഡ് യൂട്ടിലൈസ് യുവർ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണോ അല്ലെ, നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ ഇറ്റ്സ് ത്രൂ കാൽക്കുലേറ്റഡ് റിസ്ക് ദാറ്റ് വി ലേൺ, ഗ്രോ ആൻഡ് മൂവ് ക്ലോസർ ടു അവർ ആസ്പിറേഷൻ. നമ്മുടെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ആസ്പിറേഷൻസ് എന്താണോ അല്ലെ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള, നമുക്ക് ലേൺ ചെയ്യാനും നമുക്ക് ഗ്രോ ചെയ്യാനോ അച്ചീവ് ചെയ്യാനോ ഒക്കെ നമ്മൾ പറ്റുള്ളൂ അല്ലെ. പതുക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താണ് നമ്മുടെ ഡ്രീം അതിലേക്ക് നമ്മൾ ക്ലോസർ ആവും എന്നുള്ള. സോ ഐ വുഡ് എംഫസൈസ് ദാറ്റ് വൈൽ ഡ്രീമിംഗ് ഈസ് എസെൻഷ്യൽ അല്ലെ. അപ്പൊ ഞാൻ എന്താണ് എംഫസൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡ്രീമിംഗ് എസെൻഷ്യൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലി ക്രൂഷ്യൽ ടു ഡെവലപ്പ് ദ സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ് ടു നാവിഗേറ്റ് ദ പാത്ത് ടുവേർഡ് ദോസ് ഡ്രീംസ്. എന്താണ്, അതേപോലെ തന്നെ ഈക്വൽ ആയിട്ട് തുല്യമായിട്ട് നിർണായകമായിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ടു ഡെവലപ്പ് ദ സ്കിൽസ്, നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എന്തിന്, ടു നാവിഗേറ്റ് ദ പാത്ത് ടുവേർഡ്സ് അവർ ഡ്രീംസ് അല്ലെ, നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ആ ഒരു പാത്ത് അല്ലെ, ആ ഒരു പാത്തിലേക്ക് ആ ഒരു ദിശ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം എന്നുള്ള, ആ ഒരു നാവിഗേഷൻ നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടേക്കിംഗ് വെൽ തോട്ട് ഔട്ട് ചാൻസസ് അലോങ് ദ വേ എന്നുള്ള അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഡ്രീം മാത്രം കണ്ടാൽ പോരാ, കാൽക്കുലേറ്റഡ് റിസ്ക് ഏറ്റെടുത്തിട്ട് അല്ലെ കറക്റ്റ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ. കാണുന്നില്ലേ? ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഇർഫാൻ ആലത്തിൻ്റെതും അതേപോലെ സമ്മാൻ ഫൗണ്ടേഷൻ എങ്ങനെയാണ്, ഓൺട്രപ്രീനർഷിപ്പ് എന്താണ്, അതിന് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇമെയിലും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, ദീദി ഇസ് ലൈഫ് റൈറ്റിംഗ് ബൈ ഷഹീൻ മിസ്രി. ഓക്കെ, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷഹീൻ മിസ്രിയുടെ ലൈഫ് റൈറ്റിംഗ് ആയിട്ടുള്ള ദീദി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ ആരാണ് ഷഹീൻ മിസ്രി എന്ന് പറഞ്ഞാലോ? ഓക്കെ, ആരാണ് ഷഹീൻ മിസ്രി എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ.
സോ നോക്ക്, ഷെയ്ൻ മിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈസ് എൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഓക്കെ, അപ്പോൾ ആൾ എന്താണ് ശരിക്കും ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റും അതേപോലെ തന്നെ എഡ്യൂക്കേറ്ററും ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഷെയ്ൻ മിസ്ട്രി എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ അറിയലുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു സംഭവമാണ് ടീച്ച് ഫോർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, TFI എന്ന് പറയും. അഥവാ നമ്മൾ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പല കുട്ടികളും വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു ഫെലോഷിപ്പാണ് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട്, ഡൽഹി ബേസ് ചെയ്തിട്ട്, ചെന്നൈ ബേസ് ചെയ്തിട്ടൊക്കെ ടീച്ച് ഫോർ ഇന്ത്യൻ്റെ ഒരുപാട് ഫെലോസ് ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എടുത്തിട്ട് അവരെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ സ്കൂളിൽ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഭയങ്കരമായിട്ടല്ലേ അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്, അവരുടെ IQ ലെവലൊക്കെ അല്ലേ ഭയങ്കര ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷണലി അവരെ ഭയങ്കരമായിട്ട് എംപവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ഷെയ്ൻ മിസ്ട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇവിടെ നോക്ക്, നമ്മുടെ ഷെയ്ൻ മിസ്ട്രി എന്ന് പറഞ്ഞാൽ ആരാണാ? ഈസ് എ ഫൗണ്ടർ ഓഫ് അഗാൻഷ ഫൗണ്ടേഷൻ. അഗാൻഷ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ്. അത് മാത്രമല്ല CEO ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ അല്ലെ, ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആണ് നമ്മുടെ ഷെയ്ൻ മിസ്ട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഷെയ്ൻ മിസ്ട്രിയുടെ ലൈഫ് റൈറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്, there are people who are daring enough to go to any extent to pursue their dreams അല്ലെ. ഒരുപാട് ആളുകൾ ഉണ്ടാവും, വ്യക്തികൾ ഉണ്ടാവും, എങ്ങനെയാണെങ്കിലും അതായത് അവരുടെ ഡ്രീം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ അല്ലെ, ഏത് എക്സ്റ്റെൻഡ് വരെ പോവാനും തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. സോ ഫോർ ദം അല്ലെ, അങ്ങനെയുള്ള ആളുകൾക്ക് സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി. അങ്ങനെയുള്ള ആളുകൾക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മണി അല്ലെ, ജസ്റ്റ് ക്യാഷ് എന്നുള്ളതല്ല. പോപ്പുലാരിറ്റി അല്ലെ, ജസ്റ്റ് എന്താണ് ഫേമസ് ആവുക അങ്ങനെയുള്ളതൊന്നല്ല എന്നുള്ള. ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദീസ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള എന്തൊക്കെയോ ആണ് അത് അവർക്ക് സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ. സോ മെനി യങ് പീപ്പിൾ ആർ ഇൻ ടു സോഷ്യൽ എന്റർപ്രൈസസ് അല്ലെ. ഒരുപാട് ആളുകൾ, യുവാക്കൾ ഇന്ന് ഇതേപോലെയുള്ള സാമൂഹികമായിട്ടുള്ള സംരംഭങ്ങളിലുണ്ട്, which demand a lot of commitment and hard work. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സോഷ്യൽ എന്റർപ്രൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയടാ, ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള സംരംഭങ്ങൾ. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിമാൻഡ് ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ് അല്ലെ. നല്ല രീതിയിൽ നമ്മൾ അതിനോട് ആ സംഭവം നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് വേണം, അതേപോലെ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. ഭയങ്കര റിസ്ക് ഉണ്ട് അതിന് എന്നുള്ള. അപ്പോൾ എന്നാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ് ഇന്ന് പല രീതിയിൽ അല്ലെ, പല യൂത്തും എന്നുള്ള. സോ ദേ റീച്ച് ഔട്ട് ടു ദ കമ്മ്യൂണിറ്റി ഇൻ ദെയർ ഓൺ വേ ആൻഡ് ട്രൈ ടു മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള യൂത്ത് എന്തെത്തുന്നുണ്ട് സമൂഹത്തിലേക്ക് അല്ലെ, അവർ എത്തിച്ചെല്ലുന്നുണ്ട്. അത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് അവർ നടത്തുന്നുണ്ട് എന്നുള്ള. സോ ഫോർ ദം സക്സസ് മീൻസ് ഹാപ്പിനെസ് ഫോർ ദംസെൽഫ് ആൻഡ് ഫോർ അതേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഹാപ്പിനെസ് അല്ലെ, അവർക്കുള്ള ഹാപ്പിനെസ് എന്നുള്ള മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും കൂടി ഹാപ്പിനെസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക, അവർക്കും കൂടി അത് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, സോ ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഈസ് ദ ട്രൂ സ്റ്റോറി ഓഫ് എ ഗേൾ ആസ് നറേറ്റഡ് ബൈ ഹെർ അല്ലെ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷെയ്ൻ മിസ്ട്രിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, യെസ്, കേൾക്കുന്നില്ലടാ? ഓക്കെ, സോ ആരാണ് അല്ലെ ഷെയ്ൻ മിസ്ട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്. സോ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ നോക്ക്, ഷെയ്ൻ മിസ്ട്രി ഈസ് എൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. സോ ബിഫോർ ലോഞ്ചിങ് ദ അഗാൻഷ ഫൗണ്ടേഷൻ, ഹർ ഇൻട്രസ്റ്റ് ഇൻ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ലെഡ് ഹർ ടു വോളണ്ടിയർ ആസ് എ ടീച്ചർ ഇൻ ഡൈവേഴ്സ് ഓർഗനൈസേഷൻ ഇൻ മുംബൈ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അഗാൻഷ ഫൗണ്ടേഷന്റെ ഫൗണ്ടറാണ് നമ്മുടെ ഷെയ്ൻ മിസ്ട്രി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഷെയ്ൻ മിസ്ട്രി ഈ അഗാൻഷ ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അല്ലെ ആൾക്ക് ഇതേപോലെയുള്ള ഈ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ അല്ലെ ഈ എഡ്യൂക്കേഷൻ അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ഇടപെടുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈയിലുള്ള വേരിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദീദി ഇസ് ഷെയ്ൻ സ്റ്റോറി നറേറ്റഡ് ബൈ ഹെർ അല്ലെ. അപ്പോൾ ഈ ദീദി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അല്ലെ, അപ്പോൾ അത് അവർ തന്നെ നറേറ്റ് ചെയ്യാണ് അവരുടെ ലൈഫ് സ്റ്റോറി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത്? എവർ സിൻസ് ഷി വാസ് എ യങ് ഗേൾ ഷെയ്ൻ yearned to have a greater purpose in life. വളരെ യങ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്ന സമയത്ത് തന്നെ അവർക്ക് അവരുടെ അല്ലെ ആ ലൈഫിനെ പറ്റിയിട്ടുള്ള അവരുടെ പേർപ്പസിനെ പറ്റിയിട്ടൊക്കെ ശരിക്കും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള. സോ ഷി ലിവഡ് എ പ്രിവിലേജ്ഡ് ലൈഫ്. അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ഒരു കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എന്നുള്ള അല്ലെ.
അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പഠിക്കാനും എല്ലാത്തിനും. അപ്പോൾ നല്ലൊരു ഫാമിലിയിൽ ജീവിച്ചിട്ട് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ ഷഹീൻ മിസ്രി. ഓക്കെ, പക്ഷേ yet she felt a piece of herself missing. പക്ഷെ എന്നിരുന്നാലും അങ്ങനെയൊക്കെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കുമ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് മിസ്സായ ഒരു ഫീൽ ആയിരുന്നു എന്നുള്ള അല്ലെ. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫീൽ ആയിരുന്നു. സോ her life in Jakarta was a supposed perfect life. However, when she was once taken to an orphanage for the first time, something inside her clicked and she wanted to learn more about them. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, അവരുടെ ജക്കാർത്തയിലുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ ജക്കാർത്തയിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല ലൈഫായിരുന്നു. പക്ഷേ ഒരിക്കല് ഓർഫനേജിലേക്ക് അല്ലെ അവൾ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ മൈൻഡിലേക്ക് അല്ലെ എന്തോ ഒരു സംഭവം ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെയുള്ള കുട്ടികളൊക്കെ കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഷീ വാണ്ടഡ് ടു ലേൺ മോർ അബൌട്ട് ദം. അപ്പൊ ആ കുട്ടികളൊക്കെ പറ്റിയിട്ടും അവിടുത്തെ ആ കേസ് അല്ലെ എന്താണ്, അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയൊക്കെയാണ് അവരുടെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അപ്പൊ ഇതിനൊക്കെ പറ്റിയിട്ട് ഒന്ന് കൂടുതൽ പഠിക്കണം എന്ന് അവർക്കുണ്ടായിരുന്നു. സോ വെൻ ഷീ വിസിറ്റഡ് ഇന്ത്യ ഫോർ വെക്കേഷൻ, അങ്ങനെ വെക്കേഷന് വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള സമയത്ത് the destitute children would pick her interest and curiosity, and she spent most of her time volunteering at some or the other institute of orphanage അല്ലെ. അങ്ങനെ അവൾ ഇന്ത്യയിൽ വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ഒരു കുട്ടികൾ അല്ലെ ഭയങ്കര എക്സ്ട്രീം പോവർട്ടിയിലൊക്കെ ജീവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളൊക്കെ കാണുമ്പോൾ ഇവളുടെ മൊത്തം ഇൻട്രസ്റ്റും അവരിലേക്ക് പോവാണ് എന്നുള്ള അല്ലെ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പം മാക്സിമം ഇവൾ എന്ത് ചെയ്യും, വളണ്ടിയർ ആയിട്ട് ഇങ്ങനെയുള്ള ഓർഫനേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവൾ പോയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എന്നുള്ള കേട്ടോ. അപ്പൊ അങ്ങനെ അവൾ ആദ്യം ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് നോക്ക്, it was through this summer experience in India that she began to see inequity. അങ്ങനെ ഈ ഒരു സമ്മർ വെക്കേഷനിലാണ് അവൾ എന്ത് മനസ്സിലാക്കിയത്, കറക്റ്റ് അല്ലെ അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് എന്നൊക്കെ പറയും, അനീതിയൊക്കെ അവൾ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി. സോ ഇൻ ദി സമ്മർ ഓഫ് 1989, അങ്ങനെ 1989 ഷഹീൻ മേഡ് ദ റെവല്യൂഷണറി ഡിസിഷൻ ടു സ്റ്റേ ഇൻ മുംബൈ. അപ്പോൾ അതുവരെ അവൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവളിങ്ങനെ വെക്കേഷൻ ഇന്ത്യക്ക് വരും, അത് കഴിഞ്ഞാൽ വീണ്ടും പോകും അല്ലെ, വീണ്ടും ഇങ്ങോട്ട് വരും, വീണ്ടും പോകും, അങ്ങനെയാണോ. അങ്ങനെ 1989 അവൾ കറക്റ്റ് ആ വിപ്ലവകരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ടു സ്റ്റേ ഇൻ മുംബൈ, മുംബൈയിൽ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ഷി എൻറോൾഡ് ഹെർസെൽഫ് ഇൻ സെന്റ് സേവിയേഴ്സ് കോളേജ് ആൻഡ് ബിഗൻ ഹർ ന്യൂ ജേർണി അല്ലെ. അങ്ങനെ അവൾ സെന്റ് സേവിയേഴ്സിൽ അവിടെ ജോയിൻ ചെയ്തു, അവളുടെ പഠിത്തമൊക്കെ അവൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പുതിയ ജേർണി തന്നെ അവൾ അതിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ് എന്നുള്ള. സോ നോക്ക്, ആഫ്റ്റർ കോളേജ് ഷി വുഡ് എക്സ്പ്ലോർ ദ സ്പ്രോളിംഗ്. അങ്ങനെ കോളേജ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇവിടെ എങ്ങോട്ട് പോകും, ഈ ഭയങ്കരമായിട്ട് അല്ലെ ഈ ലോ ഇൻകം ഏരിയാസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയാസ്. അപ്പൊ അവിടെ ഒക്കെ പോയിട്ട് മാക്സിമം അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റി, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ള, അവിടെയുള്ള കാര്യങ്ങളൊക്കെ അവൾ നിരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങി. ലോ ഇൻകം കമ്മ്യൂണിറ്റി ഏരിയാസ് അല്ലെ, ഈ സ്പ്രോളിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഏരിയാസിലൊക്കെ ഇവളിങ്ങനെ പോകാൻ തുടങ്ങി. സോ ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഷീ കെയിം അക്രോസ് എ ഗേൾ സന്ധ്യ ഹു ലവിംഗ്ലി വെൽക്കംഡ് ഹർ ഇൻ എ ടൈനി ഹൗസ്. അങ്ങനെയാണ് സന്ധ്യ എന്ന് പറയുന്ന കുട്ടി അവളുടെ ടൈനി ആയിട്ടുള്ള വീട്ടിലേക്ക് അല്ലെ, ചെറിയ വീട്ടിലേക്ക് നമ്മുടെ ഷഹീൻ മിസ്രിയെ ക്ഷണിക്കുന്നത്. സോ ബോത്ത് 18 years yet completely different with regards to language still formed a beautiful connection. ഇവരെ രണ്ടുപേരും തമ്മിൽ ലാംഗ്വേജിന് ഡിഫറൻസ് ഉണ്ട്, ഏജിന് നല്ല ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്തൊക്കെ ആയാലും നല്ല ഒരു റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അല്ലെ, നല്ലൊരു റിലേഷൻഷിപ്പ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഹിയർ ഷഹീൻ ഫൗണ്ട് ഹർ ഫസ്റ്റ് ബാച്ച് 3 ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ് ഷഹീന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കേട്ടോ. 3 കുട്ടികളെ വെച്ചിട്ട്. സോ നോക്ക്, ഹോ ഷി വുഡ് ടീച്ച് എ ഫ്യൂ ഇംഗ്ലീഷ് വേർഡ്സ് ഓർ സോങ്. അവരെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സും സോങ്സും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ലവിംഗ്ലി കോൾഡ് ഹർ ദീദി. അങ്ങനെ ആ കുട്ടികളാണ് അവളെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ദീദി എന്ന് വിളിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ഇഫ് ഷഹീൻ ഹാഡ് ഫൗണ്ട് ഹെർസെൽഫ് എ ന്യൂ ഐഡന്റിറ്റി അല്ലെ. അങ്ങനെ ഷഹീന് ശരിക്കും ഒരു പുതിയൊരു ഐഡന്റിറ്റി തന്നെ അല്ലെ ദീദി എന്നുള്ള ഈ ഒരു പേരിലൂടെ ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുവരെ ഷഹീൻ ജീവിച്ച പോലെയല്ല, ഷഹീന് പുതിയ 3 കുട്ടികളൊക്കെ എടുത്തിട്ട് അവർക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ ആ രീതിയിൽ അവരുടെ ലൈഫിൽ അല്ലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഷഹീന് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അവർ ശരിക്കും ദീദി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ആ പേരിലൂടെ ഈ ഷഹീന്റെ പുതിയൊരു ഐഡന്റിറ്റി ശരിക്കും അവിടെ പിറവിയെടുക്കായിരുന്നു എന്നുള്ള കേട്ടോ. സോ അപ്പൊ എങ്ങനെയാണ് ഈ ആകാംക്ഷ വന്നിട്ടുള്ളത് എന്നാണ് ഇനി പറയുന്നത്. അപ്പൊ ഷഹീൻ എങ്ങനെയാണ് ഇന്ത്യയിൽ താമസിച്ചത് അല്ലെ, താമസിക്കല് സ്ഥിരാക്കിയതും അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു
എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷണൽ സെക്ടറിലേക്ക് അവർ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇനി അകാൻഷ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ ദ നോഷൻ ബിഹൈൻഡ് അകാൻഷ വാസ് സിമ്പിൾ. ഈ അകാൻഷ ഫൗണ്ടേഷന് പിന്നിലുള്ള ആ നോഷൻ എന്ന് പറയുന്നത് എന്താണ്? ആശയം അല്ലെ. ആശയം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരുന്നു. എന്താണെന്നറിയോ? നോക്ക്, ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുഡ് ടീച്ച്. ഇന്ത്യയിൽ എന്തുണ്ട്? ടീച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് അല്ലെ. ഒരുപാട് ആളുകളുണ്ട് പഠിപ്പിക്കാൻ പറ്റിയ. ആൻഡ് സ്പേസസ് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ആസ് ക്ലാസ് റൂംസ്. ക്ലാസ് റൂം ആക്കാൻ പറ്റുന്ന സ്പേസും ഇന്ത്യയിലുണ്ട്. Okay, so and funding to educate all of the children. അങ്ങനെ ഈ ചിൽഡ്രനൊക്കെ അവർ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടിങ്ങും എന്താണ്? ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ശരിക്കും അകാൻഷ എന്ന് പറഞ്ഞിരുന്ന ഫൗണ്ടേഷൻ ഇവർ കൊണ്ടുവരുന്നത്. സോ ദ ചിൽഡ്രൻ റിക്വയർഡ് എ സ്പേസ് ഫ്രീ ഓഫ് ഡിസ്ട്രാക്ഷൻ ഓഫ് ദി നൈബർഹുഡ്. അപ്പൊ കുട്ടികൾക്ക് ഇനി ആവശ്യം എന്താ? ഒരു സ്പേസ് വേണം, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അല്ലെ, ഒരു എന്താണ് അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവർക്ക് വേണം ഇനി എന്നുള്ളതാണ്. Okay, so as a result, the search for the first Akansha center began. അപ്പൊ അങ്ങനെയാണ് ഇവർ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അകാൻഷ സെന്ററിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹണ്ട് അല്ലെ, എവിടെയെങ്കിലും അവർക്കൊരു സെന്റർ വേണം. അപ്പൊ അതിനുള്ള ആ ഒരു സെർച്ച് തിരയിൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ ഷീ അപ്രോച്ച് 20 സ്കൂൾസ് ഇൻ ദ സിറ്റി. അങ്ങനെ അവൾ എന്ത് ചെയ്യാന്നറിയോ? ഈ അകാൻഷ ഫൗണ്ടേഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ സെന്റർ വേണം. സോ അങ്ങനെ 20ഓളം സ്കൂള്, ആ സിറ്റിയിലുള്ള 20ഓളം സ്കൂള് അവൾ പോയിട്ട് കണ്ടു എന്നുള്ളതാണ്. ആൻഡ് ആസ്ക്ഡ് ഇഫ് ദേ കുഡ് യൂസ് വൺ ഓഫ് ദെയർ ക്ലാസ് റൂം for 3 hours every evening. എല്ലാ ഈവനിങ്ങും, എല്ലാ വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഏതെങ്കിലും ഒരു ക്ലാസ് റൂം തരുമോ എന്നുള്ള ചോദിക്കുന്നത് കേട്ടോ. ഫോർ ദ മോസ്റ്റ് റിഡിക്കുലസ് ഓഫ് റീസൺസ് ദേ ഓൾ ഡിക്ലൈൻഡ്. പക്ഷേ നമുക്കൊക്കെ അല്ലേ, അതായത് അത്ര ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീസണും അല്ല അവർ പറയുന്നത്. ആ റീസൺ കേട്ടാൽ നമുക്കൊരു ചിരി വരുമെന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള റീസൺസ് പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തില്ല? ക്ലാസ് റൂം ഇവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള അല്ലെ. ദേ ആൾ ഡിക്ലൈൻഡ്. പക്ഷേ അല്ലെ, ഫൈനലി ദ പ്രിൻസിപ്പൽ ഓഫ് കൊളംബസ് ഹോളി നെയിം ഹൈസ്കൂൾ കൺസെന്റഡ്. കൺസെന്റഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? സമ്മതിച്ചു. ഓക്കെ, വേർഡ്സ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കി വെച്ചോട്ടോ. കൺസെന്റഡ് ടു പ്രൊവൈഡ് എ ക്ലാസ് റൂം. അവരൊരു ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് അവർ സമ്മതിച്ചു. സോ ദാറ്റ് ബിക്കേം ദ ഫസ്റ്റ് അകാൻഷ സെന്റർ. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് അകാൻഷ സെന്റർ നമ്മൾ കൊണ്ടുവരുന്ന അതാണ് ഫസ്റ്റ് അകാൻഷ സെന്റർ. സോ ഷീ enlisted the help of St. Saviour's volunteers and devised a basic framework for what they would teach അല്ലെ. അങ്ങനെ അവൾ കുറച്ച് ഈ വളണ്ടിയേഴ്സിനൊക്കെ അവൾ എന്താണ് ഓർഗനൈസ് ചെയ്തിട്ട് എന്താണ് ഇവരെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവർ ഓർഗനൈസ് ചെയ്യണം. അവരൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യാണ്. ആൻഡ് ഇൻ 1991 അകാൻഷ became a legal entity അല്ലെ. അങ്ങനെ അതെന്ത് ചെയ്യാണ് അല്ലെ, നിയമപരമായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെ ശരിക്കും അകാൻഷ ഫൗണ്ടേഷൻ വന്നു എന്നുള്ളതാണ്. ഓവർ ദ ഇയേഴ്സ്, ഇന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ദ പ്രോഗ്രാം ഗ്രൂ നാച്ചുറലി അല്ലെ, നല്ല പോലെ തന്നെ ശരിക്കും ഈ പ്രോഗ്രാം വളർന്നു എന്നുള്ള. അകാൻഷ ഹാസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ക്ലാസ് ഓഫ് 15 ചിൽഡ്രൻ. വെറും 15 കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഈ അകാൻഷ ഫൗണ്ടേഷൻ ഇന്ന് ടു 58 സെന്റേഴ്സ്, 58 സെന്റേഴ്സ് ഇന്ന് അകാൻഷ ഫൗണ്ടേഷൻ ഉണ്ട്. ആൻഡ് 6 സ്കൂൾസ് സർവിങ് ഓവർ 3,500 ചിൽഡ്രൻ. 3,500ഓളം കുട്ടികൾ പഠിക്കുന്ന 6ഓളം സ്കൂളുകളും ഇന്ന് നമ്മുടെ അകാൻഷ ഫൗണ്ടേഷൻ ഉണ്ട് എന്നുള്ള കേട്ടോ. അപ്പൊ ആ രീതിയിലേക്ക് ഈ അകാൻഷ ഫൗണ്ടേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ള. ഓക്കെ, സോ കൺക്ലൂഷൻ ആയിട്ട് ഇവിടെ പറയാനുള്ള കാര്യം, there are those who are willing to go to any length to achieve their goal. ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാനും തയ്യാറായിട്ടുള്ള ആളുകൾ. ഓക്കെ, സോ ഫോർ ദം സക്സസ് എൻറ്റൈൽസ് മോർ ദാൻ ജസ്റ്റ് മണി ഓർ പോപ്പുലാരിറ്റി. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മണിയോ പോപ്പുലാരിറ്റിയോ ഇതൊന്നും അല്ല എന്നുള്ള അല്ലെ, അതിനേക്കാളും അപ്പുറത്ത് എന്തൊക്കെയോ ആണ്. ഇറ്റ് എൻറ്റൈൽസ് സംതിങ് മോർ അല്ലെ. മെനി യങ് പീപ്പിൾ ആർ ഇൻവോൾവ്ഡ് ഇൻ സോഷ്യൽ എന്റർപ്രൈസസ്. ഒരുപാട് യങ് ആയിട്ടുള്ള പീപ്പിൾ ഇത് ഇൻവോൾവ്ഡ് ആണ് എന്തില്? ഇത്തരത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ള സംരംഭങ്ങളിൽ. ഓക്കെ, സോ വിച്ച് റിക്വയർ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഡെഡിക്കേഷൻ. അതിന് നല്ല ഡെഡിക്കേഷൻ വേണം. ആൻഡ് ഹാർഡ് വർക്ക്, നല്ല ഹാർഡ് വർക്ക് വേണം എന്നല്ല. സോ ദേ ട്രൈ ടു മേക്ക് എ ഡിഫറൻസ് ബൈ റീച്ചിങ് ഔട്ട് ടു ദ കമ്മ്യൂണിറ്റി ഇൻ their own unique way. അപ്പൊ ഇങ്ങനെയുള്ള ഈ യൂത്ത് ആയിട്ടുള്ള ആളുകളാണ് എന്താ ചെയ്യുന്നതെന്നറിയോ? അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള വേല് കമ്മ്യൂണിറ്റിയിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെന്താണ് ദേ ട്രൈ ടു മേക്ക് എ ഡിഫറൻസ് എന്നുള്ള അല്ലെ, നല്ലൊരു ഡിഫറൻസ് സമൂഹത്തിൽ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത് എന്നുള്ള കേട്ടോ. സോ നോക്ക്, സക്സസ് ഫോർ ദം ഈസ് ഹാപ്പിനെസ് ഫോർ ദം സെൽഫ് ആൻഡ് അതേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സന്തോഷമാണ്, എന്നാൽ മറ്റുള്ള ആളുകളുടെ ഒക്കെ ഒരു സന്തോഷമാണ് എന്നുള്ള അല്ലെ. ഒരുപാട് ആളുകൾ അവർ കാരണം സന്തോഷിക്കാൻ പറ്റുന്നതാണ് അവരുടെ ആ ഒരു കാഴ്ചപ്പാടില് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്ക്,
എന്താണ് ക്വസ്റ്റ്യൻസ്? ചാപ്റ്റർ ഇത്രേ ഉള്ളൂ കേട്ടോ, ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ദീദി എന്നുള്ള വിളി എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ആൻഡ് ഷഹീൻ മിസ്ത്രി ആരാന്ന് മനസ്സിലായി. ഷഹീൻ മിസ്ത്രി എങ്ങനെയാണ് അഗാൻഷ ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുള്ളത്, അല്ലെ എങ്ങനെയൊക്കെയാണ് അഗാൻഷ ഫൗണ്ടേഷൻ വർക്കിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം നോക്ക്. യു ഗെറ്റ് an opportunity to interview ഷഹീൻ മിസ്ത്രി in the light of your reading of DIDI. Prepare for relevant questions to interview her. മാർച്ച് 2020 4 മാർക്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞേ, ഇപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ് ആരെ ഇന്റർവ്യൂ ചെയ്യാന്, ഷഹീൻ മിസ്ത്രിയെ ഇന്റർവ്യൂ ചെയ്യാന്. അപ്പൊ നമ്മളിപ്പോ ദീദി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷഹീൻ മിസ്ത്രിയെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന റെലവന്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസുമാണ് കേട്ടോ. എന്തിനാണ് ഇന്റർവ്യൂ ചെയ്യാനാ, ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് അല്ല, നല്ല അടിപൊളിയായിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, സോ ചോദ്യം നോക്ക്. യെസ്, എന്റെ സൗണ്ട് ഒക്കെ എന്തോ ആയല്ലോ റബ്ബേ. ഓക്കെ, സോ നോക്കടാ, ക്വസ്റ്റ്യൻ നോക്ക് കേട്ടോ. ഓക്കെ, നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ എഴുതാൻ നോക്ക്. കറക്റ്റ് നോക്കിക്കുക കേട്ടോ. യുവർ ഇന്റർനാഷണൽ അപ്ബ്രിങ്ങിങ് എക്സ്പോസർ ഡ്യൂ ടു ഡൈവേഴ്സ് കൾച്ചേഴ്സ്. അഥവാ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഈ സ്റ്റോറിയിൽ ഷഹീൻ മിസ്ത്രി ആദ്യം അല്ലെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടേക്കാണ് ജീവിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അപ്ബ്രിങ്ങിങ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ അവർ വളർന്നതൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കൺട്രീസിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നോക്ക്, ഹൗ ഡിഡ് ദിസ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് യുവർ പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ദ ഫൗണ്ടിങ് ഓഫ് ദ അഗാൻഷ ഫൗണ്ടേഷൻ ഇന്ത്യ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് അഥവാ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോയി നിന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഈ ഒരു അല്ലെ ഈ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ഒരു നിങ്ങൾ വളർന്നിട്ടുള്ള ഈ ഒരു രീതി നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അല്ലെ, എന്തിലേക്ക് ഇങ്ങനെ ഈ ഒരു എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു അഗാൻഷ ഫൗണ്ടേഷൻ കൊണ്ടുവരാനൊക്കെ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇന്റർനാഷണൽ അപ്ബ്രിങ്ങിങ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. Then second question, could you share some key milestone and challenges you encountered while establishing Agansha Foundation and how did you overcome them to provide quality education to underprivileged children? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യോ ഈ ഒരു അഗാൻഷ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ചസ്, എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അല്ലേ, അതേപോലെ തന്നെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും മൈൽ സ്റ്റോൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുമോ എന്നാ ചോദിച്ചേ. ആൻഡ് അതേപോലെ തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം, എങ്ങനെയാണ് നിങ്ങൾ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തിട്ടുള്ളതും ദെൻ അതേപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യാണ് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് കൊണ്ടുവരല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും അത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ, ഈ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തിട്ട്? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്ക്. ക്വസ്റ്റ്യൻ, ആസ് ദ CEO ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ യു ഹാവ് ബീൻ എ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ മിഷൻ ടു ബ്രിഡ്ജ് എഡ്യൂക്കേഷണൽ ഇനിക്വിറ്റീസ് അല്ലേ. ഇപ്പം നിങ്ങൾ ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഇപ്പം ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുള്ള. സോ അതുകൊണ്ട് തന്നെ ഹൗ ഹാസ് ദിസ് ജേർണി ഇവോൾവ് സിൻസ് 2008 ആൻഡ് വാട്ട് ഇമ്പാക്ട് ഹാസ് ഇറ്റ് ഹാഡ് ഓൺ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേർണി ഇപ്പോൾ 2008 എത്തി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ജേർണി ഇവോൾവ് ചെയ്തിട്ടുള്ളത് ശരിക്കും, അതേപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് അല്ലെ, എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് അതിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്ക്, വാട്ട് ഇമ്പാക്ട് ഹാസ് ഇറ്റ് ഹാഡ് ഓൺ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് അപ്പോൾ ഇതിന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചോദിക്കാം. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഫോർത്ത് ക്വസ്റ്റ്യൻ, in your experience what are the most significant systemic changes needed in the Indian education sector അല്ലെ. നിങ്ങളുടെ അനുഭവത്തിലൂടെ ഇപ്പോൾ എന്തൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അല്ലെ, നീഡഡ് ആയിട്ടുള്ളത്. ആൻഡ് ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ, വ്യക്തികൾക്കും അതേപോലെ തന്നെ ഇതേപോലെയുള്ള സംഘടനകൾക്കും ഓർഗനൈസേഷനും എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ടു മേക്കിംഗ് ദീസ് ചേഞ്ചസ് എ റിയാലിറ്റി അല്ലെ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ തരത്തിലുള്ള ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ എങ്ങനെയാണ് അതൊരു റിയാലിറ്റിയിലേക്ക് അല്ലെ, ആ മാറ്റങ്ങളെ ഒരു റിയാലിറ്റിയിലേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കുറച്ച് നല്ല ലെങ്തി ആയിട്ടുള്ള അടിപൊളി
അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചോദിക്കാൻ എന്നുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ ആരാ ചോദിക്കുന്നത്, മാം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒപ്പം ആൻസർ എഴുതണോ എന്നുള്ള അല്ലേ. എടാ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള മാത്രമാണ് കണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ആൻസർ എഴുതണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻസ് വിത്ത് റെസ്പോൺസസ് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതിയാൽ മതി കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ആൻസർ എഴുതിയിട്ട് നമ്മുടെ സമയം കളയരുത്. ഓക്കെ, ക്വസ്റ്റ്യനും റെസ്പോൺസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിന് ആൻസർ എഴുതാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് ഇമെയിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ നൗ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ, സ്റ്റാമർ. ഓക്കെ, സോ ഇവിടെ അല്ലെ സ്റ്റാമർ എന്ന് പറയുന്ന ഈ ഒരു പോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെറിയ പോമാണ് ഇത്, പെട്ടെന്ന് തന്നെ കഴിയും. ഓക്കെ, സോ ഇത് കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള പോമായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം ആളെന്താണ് ശരിക്കും ഇന്റലക്ച്വൽ അപ്ഹോൾഡിംഗ് സെക്യുലർ ഡെമോക്രാറ്റിക് വ്യൂസ്, ശരിക്കും അല്ലെ ഒരുപാട് മതേതരമായിട്ടുള്ള ആൻഡ് ജനാധിപത്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിക്കും വിമർശിക്കുന്ന ഒരാളാണ് ഈ കെ സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ. ദെൻ അതേപോലെ തന്നെ എൻവയോൺമെന്റ് ആയിട്ടുള്ള ദെൻ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എഴുതുന്ന ഒരാളും കൂടിയാണല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാമർ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലിസൺ. നോക്ക്, ഫസ്റ്റ് അല്ലേ ഇവിടെ എന്താണ് പറയുന്നത്, എന്താണ് നോക്ക്. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്, ഇസ് നോ ഹാൻഡിക്യാപ്പ് അല്ലെ, അതൊരു ഹാൻഡിക്യാപ്പ് അല്ല എന്നുള്ള, അതൊരു വൈകല്യം അല്ല എന്നുള്ള, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. അതെന്താണ്, സംസാരിക്കുന്നതിന്റെ ജസ്റ്റ് ഒരു മോഡാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, യെസ് ഷുഡ് നോട്ട് ബി സീൻ ആസ് എ ലിമിറ്റേഷൻ ഓർ ഡിസാബിലിറ്റി അല്ലെ, അത് ഒരു ലിമിറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് അതൊരു ഡിസാബിലിറ്റി ആയിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് എന്താണ്, എ യുണീക്ക് വേ ഓഫ് സ്പീക്കിംഗ്, അതായത് ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കുന്നില്ലേ അതേപോലെ സംസാരിക്കുന്നതിന്റെ ഒരു യുണീക്ക് വേ ആണ് എന്നുള്ളതാണ് പറയുന്നത്. എ ഡിസ്റ്റിങ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ആളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് സ്റ്റാമർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞ എന്താണ്, സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ എന്താണ്, വിക്കാണല്ലേ. അപ്പൊ ഈ വിക്ക് എന്ന് പറഞ്ഞാല് ഇസ് എ സൈലൻസ്, അതൊരു നിശബ്ദതയാണ്. ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ വിക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവാ, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയും അല്ലെ, പറഞ്ഞു അങ്ങനെയൊക്കെ പറയും അല്ലെ. അതിങ്ങനെ സ്റ്റക്കായി അവർക്ക് ഇങ്ങനെ കിട്ടൂല അല്ലെ. അപ്പൊ ഒരു പോസ് ആണ് അവിടെ നടക്കുന്നത്, ഒരു സൈലൻസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ള. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ്ങും നമ്മൾ പറയുന്ന ആ വേർഡും അത് തമ്മിൽ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സൈലൻസ് ആണ് ശരിക്കും സ്റ്റാമർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ആസ് ലെയിംനെസ് അല്ലെ, ജസ്റ്റ് മുടന്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എന്നുള്ള. ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഡീഡ്. അതായത് ഇപ്പൊ മുടന്തിന്റെ സ്ഥലത്ത് നമുക്കറിയാം മുടന്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള അല്ലെ. ഇപ്പൊ വേർഡിന്റെ ഡീഡിന്റെ ഇടയിൽ ഒരു സൈലൻസ് നടക്കുന്നുണ്ട്, അതാണ് ഇവിടെ ലെയിംനെസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞത്. ദെൻ മനുഷ്യന്മാർക്കൊക്കെ നിങ്ങൾക്കറിയാം, മനുഷ്യന്മാർ പല കാര്യങ്ങളായിട്ട് പറയും, പക്ഷെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇല്ലേ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു സൈലൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മടിയാണ് അവിടെ വരുന്നത് എന്നുള്ള അല്ലെ. അപ്പൊ ആ മടിനൊക്കെ പോലെ തന്നെയാണ് ഇവിടെ സ്റ്റാമർ എന്ന് പറഞ്ഞാലേ എന്നുള്ള. ദെൻ അതേപോലെ നിങ്ങൾ മുടന്തൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതെന്താണ്, അതിപ്പോ ഒരു ഫിസിക്കൽ ഒരു ഡിസാബിലിറ്റി ആണ് എന്നുള്ളത് നമ്മൾ പറയും. അപ്പൊ ആ ആൾ ഉദ്ദേശിക്കുന്ന രീതി ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അതേപോലെ തന്നെ നടക്കണമെന്നില്ല അല്ലെ. കുറച്ചിങ്ങനെ സമയം എടുത്തിട്ട് പതുക്കെ ആ കാലം അങ്ങനെ ഇങ്ങോട്ട് വെക്കുള്ളൂ. അപ്പം അവിടെ നടക്കുന്നത് ഒരു പോസാണ്, ഒരു സൈലൻസ് ആണ്. അതേപോലെ തന്നെയാണ് ഈ സ്റ്റാമറിലും ശരിക്കും നടക്കുന്നേ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് പോയിട്ട് ചോദിക്കുക, എന്താ ചോദിച്ചേ, ഡിഡ് സ്റ്റാമർ പ്രൊസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്. ഈ സ്റ്റാമർ എന്ന് പറഞ്ഞാൽ, വിക്കി എന്ന് പറഞ്ഞാൽ അത് ലാംഗ്വേജിന്റെ ശേഷം ഉണ്ടായതാണോ, ഭാഷയ്ക്ക് ശേഷം ഉണ്ടായതാണോ, അതോ ഭാഷന്റെ മുന്നേ ഉണ്ടായിട്ടുള്ളതാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഭാഷയാണോ ആദ്യം ഉണ്ടായത് അതോ വിക്കാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഇത് ചോദിക്കുന്ന സമയത്ത് നോക്ക്, ഇസ് ഇറ്റ് ഓൺലി എ ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്. അത് ശരിക്കും ഒരു ഡയലക്റ്റ് ആണോ അതോ ഇനി ശരിക്കും ഒരു ഭാഷ തന്നെയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ. അതൊരു ഭാഷ തന്നെയാണ് ശരിക്കും ഈ വിക്ക് എന്ന് പറഞ്ഞാലേ എന്നുള്ള. സോ ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഗ്വേജിലെ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ലാംഗ്വേജ് എക്സ്പേർട്ട് ആണ്. അപ്പൊ അവരോട് ചോദിച്ചാൽ അവരെ വരെ ശരിക്കും അവിടെ സ്റ്റാമർ ആവും, അവരും വിൽക്കും എന്നുള്ള. കാരണം അവർക്ക് ഉത്തരം കിട്ടൂല. അപ്പൊ അവർക്ക് എന്ത് വരും, സൈലൻസ് വരും. ഓക്കെ, ആ സൈലൻസിനാണ് ഇവിടെ സ്റ്റാമർ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ
അവർക്ക് വരെ സ്റ്റാമർ ശരിക്കും സംഭവിക്കുന്നു, അവർക്കും വിക്ക് സംഭവിക്കുന്നു, അവരും സൈലൻസ് ആവുന്നു എന്നുള്ള അല്ലേ. അപ്പൊ ഭാഷയാണോ ആദ്യം ഉണ്ടായത്, സ്റ്റാമർ ആണോ ആദ്യം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ഉത്തരം കിട്ടാത്ത ഒരു കാര്യമായിട്ടാണ്. സോ ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. ഓരോ സമയത്ത് നമ്മൾ സ്റ്റാമർ ചെയ്യുന്ന സമയത്തും നമ്മൾ വിൽക്കുന്ന ഓരോ സമയത്തും നമ്മൾ ഇവിടെ സാക്രിഫൈസ് നടത്തുകയാണ് എന്നുള്ളതാണ് ഗോഡ് ഓഫ് മീനിങ്സിന് എന്നുള്ളതല്ലേ. അതായത് ഗോഡ് ഓഫ് മീനിങ്സ് എന്ന് പറയുന്നതിനോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്ക്. ദേ ആർ ഓഫറിംഗ് എ യുണീക് കോൺട്രിബ്യൂഷൻ ടു ദ റിച്ച്നെസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ലാംഗ്വേജ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഭാഷന്റെ അല്ലെ ദൈവത്തിന് നമ്മളൊരു ബലി അർപ്പിക്കുന്ന പോലെയാണ് നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു നിശബ്ദത എന്നുള്ളതാണ്. സോ വെൻ എ ഹോൾ പീപ്പിൾ സ്റ്റാമർ, എല്ലാ ആളുകളും സ്റ്റാമർ ചെയ്യാണെന്ന് വിചാരിച്ചു. എല്ലാ ആൾക്കാർക്കും വിക്കുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാർക്കും വിക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്താവും, സ്റ്റാമർ ബിക്കംസ് ദ മദർ ടങ്. ആ സ്റ്റാമർ എന്താവും, അവരുടെ മദർ ടങ് ആവുന്നില്ല. ഇപ്പൊ ഞാൻ മലയാളം സംസാരിക്കുന്നത്, നിങ്ങൾ മലയാളം സംസാരിക്കുന്നു, നമ്മളെല്ലാ ആളുകളും മലയാളം സംസാരിക്കുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മദർ ടങ് എന്ന് പറഞ്ഞാൽ മലയാള ആളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇടയിൽ ഒരാൾക്ക് ഈ വിക്കുണ്ടെങ്കിൽ, സ്റ്റാമർ ഉണ്ടെങ്കിലാണ് നമ്മൾ ചെങ്ങായിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതി നമ്മൾ പറയും ഇല്ലേ. നമ്മൾ അതിന് ഡിസാബിലിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാ ആളുകളും അങ്ങനെയാണെങ്കിലോ, എല്ലാ ആളുകളും അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അതിലൊരു വ്യത്യാസം ഫീൽ ചെയ്യും ഇല്ല. അപ്പൊ സ്റ്റാമർ എന്താവിടാ, സ്റ്റാമർ ഒരു മദർ ടങ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. നമ്മൾ എങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ മദർ ടങ് നമ്മളെല്ലാവരും പറയുന്നത്, അതേപോലെ തന്നെ അതൊരു പ്രശ്നമല്ലാത്ത ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് സ്റ്റാമർ മാറും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇവിടെ നോക്ക്. When an entire community or culture speaks with a stammer, it becomes their primary or native language. The poem implies that the poet's its own community stammer is a common and accepted form of expression. അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും എന്തും കൂടി പോയിട്ട് പറയാതെ പറയുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് വിചാരിച്ചോ. അപ്പൊ ഒരാളൊക്കെ ചെയ്തതാണെങ്കിൽ നമ്മൾ പറയും ഇത് അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്, അന്യായമായിട്ടുള്ള കാര്യമാണ്, ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയും. പക്ഷെ അവിടെ എല്ലായിടത്തും ഇതാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊരു സംഭവമായിട്ട് തോന്നും ഇല്ല. അപ്പം ആളുകൾ ഇങ്ങനെ കോമൺ ആയിട്ട് ചെയ്യുന്ന പല തെറ്റുകളെയുമാണ് പോയിന്റ് ഇവിടെ മുന്നോട്ട് പറയുന്നത് എന്നുള്ള കേട്ടോ, മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ. സോ ഇവിടെ നോക്ക്, God too must have stammered when he created man. ദൈവം ശരിക്കും സ്റ്റാമർ ചെയ്തിട്ടുണ്ട് എപ്പോ, when he created man അല്ലെ. മനുഷ്യനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത്, മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ദൈവം വിക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നോക്ക്, that is why all the words of man carry different meanings. അതുകൊണ്ടാണ് മനുഷ്യന്മാരുടെ എല്ലാ ആളുകളുടെയും വേർഡ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള മീനിങ്സ് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കില്ല ചിലപ്പോ നിങ്ങൾ പറയാം അല്ലെ, ഞാൻ പറയും പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാർ തന്നെ പറയുന്ന വേർഡ്സിന് തന്നെ പലതരത്തിലുള്ള മീനിങ് വരുന്ന പോലെയാണ്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ കുറെ ഡിഫറൻസ് വന്നേ, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ദൈവവും വിക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോയിട്ട് പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നോക്ക്, God might have involved a form of stammering, which is why human language is so diverse and complex. അതുകൊണ്ടാണ് മനുഷ്യന്മാരുടെ ഭാഷ ഇന്ന് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള, ഇത്രയും കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഓക്കെ, so നോക്ക്, that is why everything he utters and from his prayers to his commands stammers like poetry. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മനുഷ്യന്മാര് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതൊന്നും എന്നാൽ അവൻ ചെയ്യുന്ന കാര്യവും ഭയങ്കര ഡിഫറെന്റ് ആകുന്നത് എന്നുള്ളതാണ് കേട്ടോ. എന്താണോ പ്രേ ചെയ്യുന്നത്, എന്താണോ കമാൻഡ് ചെയ്യുന്നത്, രണ്ട് ഡിഫറെന്റ് ആകുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ്. നോക്ക്, സ്റ്റാമേഴ്സ് ലൈക്ക് പോയട്രി പോലെ എന്ന് പറയുന്നുണ്ട് അല്ലെ. പോയട്രി പോലെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മളൊരു പോയട്രി വായിക്കുമ്പോൾ എങ്ങനെയാടാ, ഇപ്പൊ ഞാനിപ്പോ പോയട്രി ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെ, ഈ സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള പോയട്രി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരാൾ എടുത്തരും ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല, ആ ആളിതിന് കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ ഈ പോയട്രിക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം അതല്ലേ, പോയട്രി പറയുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ റീഡേഴ്സ് അതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് പോയട്രിയിൽ എപ്പോഴും. അപ്പൊ അതേപോലെയാണ് മനുഷ്യന്മാരും ദൈവത്തിനോട് ചോദിക്കുന്നതൊന്നും ഞാനിങ്ങനെ ഒന്നും ചെയ്യൂലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും ചോദിക്കുന്നത്. പക്ഷെ മനുഷ്യന്മാർ പിന്നെ പോയി ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. സോ നോക്ക്, the poem concludes by suggesting that stammering is a fundamental aspect of human communication and everything we see, whether in prayer or issuing commands, is marked by this inherent stammering quality, much like poetry. So overall, the poem Stammer celebrates the uniqueness of stammering as a mode of speech and challenges conventional notion about language and communication. So it highlights the beauty and richness that stammering can bring to human expression. Okay, അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയണം. സച്ചിദാനന്ദ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ സ്റ്റാമർ എന്ന് പറഞ്ഞു,
നമ്മൾ സ്റ്റാമർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു ഹാൻഡിക്യാപ്പ് അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അല്ലേ. ദെൻ ദൈവം സ്റ്റാമർ ആയിട്ടുണ്ട്, അതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നടക്കുന്ന സമയത്ത് we are afraid to raise our voice against such injustices അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പേടിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അനീതികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ വോയിസ് ഉണ്ടാക്കാൻ അല്ലെ, അതിനെതിരെ പ്രതികരിക്കാൻ പലപ്പോഴും നമ്മൾ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടെ സൈലൻസ് വരുന്നുണ്ട്. ആ സൈലൻസിനെയാണ് അദ്ദേഹം ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ എടുത്തു കാണിച്ചത്. അപ്പൊ സ്റ്റാമർ എന്നുള്ള ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റാമറിനെ പറ്റി മാത്രമല്ല കേട്ടോ, ഈ സമൂഹത്തിൽ നടക്കുന്ന ഇൻജസ്റ്റിസിനെതിരെ നമ്മൾ മിണ്ടാതെക്കുന്നതിനെ പറ്റിയിട്ടും കൂടിയാണ് പോയിട്ട് ഇവിടെ പറയുന്നത് എന്നതാണ്. കാരണം സച്ചിദാനന്ദന്റെ പ്രത്യേകത ഇതാണ്. സച്ചിദാനന്ദൻ എപ്പോഴും പറയാ ഒരു എന്താണ്, നമുക്ക് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയും പോലെ തോന്നാം, പക്ഷെ ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിലൂടെ അതേ ഉള്ളിലൂടെ പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഇവിടെ സച്ചിദാനന്ദൻ നമ്മളോട് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്ക്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം സ്റ്റാമർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. താഴെ നമുക്ക് ഈ പോയത്തിലെ വരി തന്നിട്ടുണ്ട് അല്ലെ. എന്താ വരി, എന്താടാ വരി എന്താ നോക്ക്. യെസ്, എന്താണ്, when a whole poem അല്ലെ, whole people stammer, എല്ലാ ആളുകളും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാമർ becomes their mother tongue. സ്റ്റാമർ എന്താവും, അവരുടെ മദർ ടങ് ആവും. ഓക്കെ, just as it is with us now. ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും മദർ ടങ് എങ്ങനെയാണോ പറയുന്നത് അതേപോലെ തന്നെ ആവും ഈ സ്റ്റാമർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻസ്. ആരാണ്? കെ സച്ചിദാനന്ദൻ അല്ലെ. കെ സച്ചിദാനന്ദൻ ആണ് നമ്മുടെ സ്പീക്കർ. സോറി, എന്താണ് സ്പീക്കർ തന്നെ അല്ലെ. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അല്ലെ, ഇതിലെ പോയിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സച്ചിദാനന്ദനാണ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയിറ്റ് ഈസ് റിവീൽഡ് ഹിയർ? ഇവിടെ എന്ത് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാൻ പറ്റുന്ന പോയിറ്റിന്റെ എന്നുള്ളതാണ്. എന്ത് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പോയിറ്റ് പറയുന്നുണ്ട്? when a whole people stammer becomes their mother tongue അല്ലെ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പോയിറ്റ് ഇവിടെ നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, what does the poet mean by stammer here? അപ്പൊ ഇവിടെ ശരിക്കും പോയിറ്റ് മീൻ ചെയ്യുന്ന സ്റ്റാമർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയടാ? എന്താ? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം, അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ അല്ലെ ഇനി ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അൺഫെയർനെസ് ഉണ്ടോ, അപ്പൊ ആ സമയത്ത് വി ആർ അഫ്രൈഡ് ടു മേക്ക് അവർ മേക്ക് അവർ വോയിസ് അഗെയിൻസ്റ്റ് സച്ച് ഇൻജസ്റ്റിസസ് അല്ലെ. സോ അങ്ങനെയുള്ള ഇൻജസ്റ്റിസിനെതിരെ വോയിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും അഫ്രൈഡ് ആണ്, നമ്മൾ പേടിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് ശരിക്കും ഇവിടെ സ്റ്റാമർ ആയിട്ട്, നമ്മുടെ ആ സൈലൻസിനെയാണ് കവി ഇവിടെ സ്റ്റാമർ ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്. യെസ്, ഉത്തരം ഇവിടെ കെ സച്ചിദാനന്ദനാണ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എല്ലാവരുടെയും മദർ ടങ് ആയിട്ട് സ്റ്റാമർ മാറും. സോ ഇറ്റ് മീൻസ് വി ആർ നോട്ട് ഏബിൾ ടു ടെൽ ദ ട്രൂത്ത് ഫ്രീലി, വി ആർ അഫ്രൈഡ് ടു ഓപ്പൺ അവർ മൈൻഡ്സ് അല്ലെ. നമ്മുടെയൊക്കെ മൈൻഡ്സ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പേടിയുണ്ട് എന്നുള്ളതാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ദെൻ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ സ്റ്റാമർ ഹിയർ എന്നുള്ള അല്ലെ. സോ ഇവിടെ സ്റ്റാമറിനോട് മീൻ ചെയ്യുന്നത് നമ്മുടെ സൈലൻസ് ആണ് അഗെയിൻസ്റ്റ് ബേണിംഗ് സോഷ്യൽ ഇഷ്യൂസ്. കത്തുന്ന രീതിയിലുള്ള അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സൈലൻസിനാണ് ഇവിടെ സ്റ്റാമർ എന്ന് പറയുന്നത്. വി ആർ അഫ്രൈഡ് ടു ഓപ്പൺ അവർ മൗത്ത്സ്, നമ്മുടെ വായ തുറക്കാൻ നമുക്ക് പേടിയാണ്. ആൻഡ് സ്പീക്ക് അവർ തോട്ട്സ് ഫ്രീലി, നമ്മുടെ ചിന്തകൾ ഫ്രീ ആയിട്ട് പ്രകടിപ്പിക്കാൻ, സംസാരിക്കാൻ നമുക്ക് പേടിയാണ്. സോ ആ പേടിനെ, നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് പോയിറ്റ് ഇവിടെ സ്റ്റാമർ എന്നുള്ളത് കൊണ്ട് പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ അടുത്ത നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ചോദ്യം നോക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ക്രിയേറ്റ് എ ക്ലാസ് ബ്ലോഗ് ആൻഡ് upload your thoughts about this poem. So here is a blog on the poem Stammer by K സച്ചിദാനന്ദൻ അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്ന ഒരു ബ്ലോഗ് ഉണ്ടാക്കാനാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് ബ്ലോഗാണ് കേട്ടോ, ക്ലാസ് ബ്ലോഗാണ് നമ്മളിവിടെ എഴുതേണ്ടത്. and അത് മാത്രമല്ല, അപ്പോൾ ഈ ഒരു സച്ചിദാനന്ദന്റെ സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള പോം വായിച്ചിട്ട് നമ്മുടെ തോട്ട്സിനെ പറ്റിയിട്ട്, നമ്മുടെ ചിന്തകൾ, നമ്മളുടെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുള്ള ചിന്തകളൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ബ്ലോഗ് എഴുതേണ്ടത് എന്നുള്ള. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, ഇനി ഒരു ബ്ലോഗ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു മക്കളെ, സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സോ ശ്രദ്ധിച്ചോ, ഒരു ബ്ലോഗിന് കൃത്യമായിട്ട് എന്ത് വേണടാ? ടൈറ്റിൽ വേണം കേട്ടോ. നോക്കി, ടൈറ്റിൽ ഉണ്ട്. എന്താ നമ്മുടെ ടൈറ്റിൽ? അബൌട്ട് സ്റ്റാമർ ബൈ കെ സച്ചിദാനന്ദൻ നമ്മുടെ ടൈറ്റിൽ കൊടുത്തു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയോ? ഡേറ്റ് കൊടുക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് ആരാണോ ഈ ബ്ലോഗ് എഴുതുന്ന ആള്, ഇവിടെ നമ്മുടെ ക്ലാസ് ബ്ലോഗാണ്, അപ്പൊ ക്ലാസ് +2a.bosco.uk അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ഈ ബ്ലോഗിന്റെ ആളുകൾ ആരാണ്, ആരെഴുതിയ ബ്ലോഗാണ് എന്നുള്ള പറയുന്നത് കേട്ടോ. ഓക്കെ,
ഓക്കെ, സോ നോക്ക് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ബ്ലോഗിന്റെ കണ്ടന്റ് നോക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാനുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷൻ നോക്ക്. വി റെഡ് ദ poem Stammer by K. Sachidanandan intensely and had some elaborate discussion on its theme, content and message. ഞങ്ങൾ ഈ ഒരു poem വായിച്ചിട്ടുണ്ട്, സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള, ആൻഡ് അതിലുള്ള തീമിനെ പറ്റിയിട്ടും അതിലുള്ള കോണ്ടന്റിനെ പറ്റിയിട്ടും അതിലെ മെസ്സേജിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദ poem is not easy to understand. ആ poem അല്ലെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. ആൻഡ് എന്തുകൊണ്ടാണ് നോക്ക്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈലി കോംപ്ലക്സ് ഇമേജറി. അതിൽ പോയിന്റ് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ ആ രീതിയിലുള്ള ഇമേജറി ആണ് എന്നുള്ള. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ബട്ട് വൺസ് വി ഗെറ്റ് ടു നോ ഇറ്റ്സ് മീനിങ് പ്രോപ്പർലി, പക്ഷെ ഒരിക്കൽ നമുക്ക് അതിന്റെ മീനിങ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ വി ബിഗിൻ ടു റിയലൈസ് ഹൗ പ്രൊഫൗണ്ട് ഐഡിയാസ് ആർ അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ആൾ ഇതിലെ ഐഡിയാസ് പറയുന്നത് എന്നുള്ളത്. സോ സ്റ്റാമർ സച്ചിദാനന്ദൻ asserts as a language in itself അല്ലെ. അപ്പൊ ഇതിൽ കറക്റ്റ് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. അപ്പൊ അതിനെ തന്നെ ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ തന്നെ ശരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സച്ചിദാനന്ദൻ പറയുന്നുണ്ട് അല്ലെ, അതൊരു ഹാൻഡിക്യാപ്പ് അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ വെദർ സ്റ്റാമർ കെയിം ബിഫോർ ദ ലാംഗ്വേജ് ഓർ ആഫ്റ്റർ ഇറ്റ് ഈസ് ഹൈലി അമ്യൂസിങ്. അപ്പൊ ഈ ഒരു പോയത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെ, ആദ്യം സ്റ്റാമർ ആണോ ഉണ്ടായത്, അത് ലാംഗ്വേജ് ആണോ, അത് ലാംഗ്വേജ് ഉണ്ടായിട്ടാണോ വിക്ക് ഉണ്ടായത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. ആ ചോദ്യം ശരിക്കും അമ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള. സോ വി ആർ റിമൈൻഡഡ് ഓഫ് ദ ജോക്ക് ആട്രിബ്യൂട്ടഡ് ടു ദ ലേറ്റ് EMS നമ്പൂതിരിപ്പാട് ഹു യൂസ് ടു സ്റ്റാമർ. അപ്പൊ എന്താണ് ഇത് വായിക്കുന്ന ആ സമയത്തല്ലേ ശരിക്കും നമുക്ക് ആ ഓർമ്മ വരാണ്. കാരണം EMS നമ്പൂതിരിപ്പാടിനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആ സമയത്ത് തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അപ്പൊ അത് ഓർമ്മയിലേക്ക് വന്നു എന്നുള്ള അല്ലെ. അതേ എന്തായിരുന്നു ഇങ്ങനെ ഈ വിൽക്കുന്ന സമയത്ത്. സോ നോക്ക്, അദ്ദേഹത്തിനോട് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൺ ഇന്റർവ്യൂവർ asked him if he stammered always അല്ലെ. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും അങ്ങനെ വിൽക്കോ എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് EMS നമ്പൂതിരിപ്പാട് റിപ്ലൈഡ് അല്ലെ, അദ്ദേഹം റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ, നോട്ട് ഓൾവേസ്, എപ്പോഴും ഇല്ല, എപ്പോഴാണ് ഉണ്ടാവുക, ഓൺലി വെൻ ഐ സ്പീക്ക് എന്നുള്ള അല്ലെ, ഞാൻ സംസാരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് വിൽക്കുള്ളൂ എന്നുള്ളതാണ് ആള് റിപ്ലൈ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഭയങ്കര ഒരു കണ്ണിങ് ആയിട്ടുള്ള രീതിയിലുള്ള മറുപടിയാണ്. സോ നോക്ക്, ദ ഇന്റർവ്യൂവർ ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻസ് ബിക്കോസ് ദർ ഇസ് എ ഫീലിംഗ് ദാറ്റ് ഫിയർ, സ്റ്റേജ് ഫ്രൈറ്റ്, സപ്രസ്ഡ് ഇമോഷൻസ് എക്സെട്ര ട്രിഗർ സ്റ്റാമർ. കാരണം ഇന്റർവ്യൂവർ ശരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ എന്തെയും പേടിയോണ്ട് സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്തെയും വാക്കുകൾ ഇങ്ങനെ കറക്റ്റ് വരില്ല. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടാണോ അങ്ങനെ ആ ഒരു സ്റ്റാമർ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ആള് ചോദ്യം ചോദിച്ചത്. പക്ഷെ EMS നമ്പൂതിരിപ്പാട് അതിന് കൊടുത്ത റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലെ ആ രീതിയിലുള്ള റിപ്ലൈ ആണ് എന്നുള്ള. സോ സച്ചിദാനന്ദൻ ഡസന്റ് സീം ടു ഗിവ് മച്ച് ഹോണർ ടു ഗോഡ്. അപ്പോൾ തന്റെ ഈ ഒരു കവിതകൾ ശരിക്കും സച്ചിദാനന്ദന് ദൈവത്തിന് അല്ലെ ഒരുപാട് ഹോണർ ഒന്നും കൊടുത്തിട്ടല്ല പറയുന്നത്. കാരണം എന്താ, ബിക്കോസ് ഹി ഹാസ് സെഡ് ദാറ്റ് പെർഹാപ്സ് ഹി ഈവൻ സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. കാരണം എന്താ വെച്ചാൽ സച്ചിദാനന്ദൻ ഇവിടെ പറയുന്നുണ്ട് ദൈവവും ശരിക്കും സ്റ്റാമർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം അല്ലെ മനുഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവവും വിക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. So God is reputed to be omnipotent and one can imagine that God can stammer. കാരണം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ദൈവത്തിനെ കാണാം, ദൈവത്തിന് ഒരു മിസ്റ്റേക്കും പറ്റില്ല എന്നുള്ള രീതിയിൽ അല്ലെ, ദൈവത്തിന് എല്ലാ സുപ്രീം ആയിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ദൈവം ഇങ്ങനെ സ്റ്റാമർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഒരു അവസ്ഥയെന്ന് ഇവിടെ സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുള്ളത് ദൈവം വിക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ദ പോയിന്റ് തിങ്സ് ദാറ്റ് മാൻ ഈസ് സോ imperfect and full of vile maybe because God stammered while creating man. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യന്മാരും എന്തല്ല ഇംപെർഫെക്റ്റ് ആണ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമ്മൾക്ക് ഒരുപാട് എന്താണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്, മനുഷ്യന്മാരിങ്ങനെ മോശമാകുന്നത് എന്തുകൊണ്ടാണ്, ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാമർ ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ വി അഗ്രി വിത്ത് ദ പോയിന്റ് ഇൻ ഹിസ് വെർഡിക്റ്റ്. സച്ചിദാനന്ദൻ ഹാസ് ദ നാക്ക് ഓഫ് ഇറ്റിംഗ് ദ ഹെഡ് ഓൺ ദ നെയിൽ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, സച്ചിദാനന്ദന് ഹെഡ് ഓൺ നെയിൽ, അതായത് കറക്റ്റ് അല്ലെ ആണിന്റെ ഹെഡ് മേലെ തന്നെ അടിക്കാനുള്ള ആ ഒരു നാക്ക് സച്ചിദാനന്ദൻ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്ത് മീനിങ് ആണോ കറക്റ്റ് അദ്ദേഹത്തിന് കൺവേ ചെയ്യേണ്ടതോ ആ കാര്യം കൺവേ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് നമ്മുടെ സച്ചിദാനന്ദൻ ഉണ്ട് എന്നുള്ള. ആൻഡ് ഹി സ്പീക്സ് ഗ്രേറ്റ് തിങ്സ് യൂസിങ് ജസ്റ്റ് എ ഫ്യൂ വേർഡ്സ്. കുറച്ച് വേർഡ്സ് ഉപയോഗിച്ചിട്ട് അല്ലെ, വളരെ കുറച്ച് വേർഡ്സ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം വലിയൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. സോ ആൻ ഓർഡിനറി പേഴ്സൺ മൈറ്റ് ഹാവ് ടേക്കൻ എ ഹോൾ ലെങ്ത്
lengthy essay to say what Sachidanandan has said in a few short lines. വളരെ ചെറിയ ലൈൻസിൽ സച്ചിദാനന്ദൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനറി ആയിട്ടുള്ള ആൾക്ക്, ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോൾ ഒരുപാട് വലിയൊരു എസ്സേ തന്നെ എഴുതേണ്ടി വരും. പക്ഷെ ആ സ്ഥാനത്താണ് വളരെ ചുരുങ്ങിയ ലൈൻസിൽ സച്ചിദാനന്ദൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് എന്നുള്ള. സോ ദ പോയിറ്റ്സ് ഇൻസൈറ്റ് ആൻഡ് ഇമാജിനേഷൻ ആർ എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, അപ്പം നമ്മുടെ പോയിറ്റിന്റെ ഇൻസൈറ്റും അല്ലെ അദ്ദേഹത്തിന് ആ ഒരു ഇമാജിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എക്സ്ട്രാ ഓർഡിനറി ആണ് എന്നല്ല. സോ ദ poem opens our eyes and we start seeing Stammer in a different perspective. അപ്പോൾ ശരിക്കും ഈ ഒരു കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അല്ലെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നുണ്ട്, ഐസ് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല സ്റ്റാമറിനെ, ഈ വിക്കിനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെ പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണാനും കൂടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള. അപ്പൊ ആ ഒരു പവർ ശരിക്കും അദ്ദേഹത്തിന്റെ ഈ ഒരു പോയത്തിനുണ്ട്. ഓക്കെ, കാരണം അദ്ദേഹം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് എന്താണ്, സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച് എന്നുള്ള രീതിയിൽ ഒരു യുണീക്ക് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന്റെ സ്റ്റൈൽ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ സ്റ്റാമറിനെ പറയുന്നത് എന്നുള്ള. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബ്ലോഗ് എഴുതേണ്ടത്. അപ്പൊ ഇപ്പൊ കുറെ ആളുകൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് മാം ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, അതിലെ ലൈൻസ് തന്നിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. 2, അതിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ഇതേപോലെ ബ്ലോഗ് ഒക്കെ എഴുതാനൊക്കെ ചോദിക്കും. ആൻഡ് മൂന്നാമത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക, അതായത് നമുക്ക് സ്റ്റാമർ ഒരു ഡിസാബിലിറ്റി അല്ല എന്ന് പറയുന്ന രീതിയിൽ അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള പോയിന്റ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പാരഗ്രാഫ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഈ നമ്മുടെ പോയത്തിൽ നമ്മൾ പറയുന്ന പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് നോക്കുക എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ എഴുതാൻ പറ്റും എന്നുള്ള. ആൻഡ് ഫെർദർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് അടുപ്പിച്ചൊക്കെ നമുക്ക് ലൈവ് ഉണ്ടാവും. അപ്പൊ ആ ലൈവിലൊക്കെ ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മാം വരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ പാഠങ്ങളൊക്കെ ഈ 3 ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക. നോട്ട്സ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നമ്മുടെ നോട്ട്സ് വാങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. അറിയാത്ത അർത്ഥങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ആൻഡ് നല്ല പോലെ തന്നെ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 2022, 21 ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തിട്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഈ ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം കുറച്ച് ദിവസമേ ഉള്ളൂ, ഇന്ന് എത്ര ആയി അല്ലേ, ഇന്ന് തന്നെ ഡിസംബർ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇങ്ങെത്തി. അപ്പോൾ ഇനി വലിയ ദിവസങ്ങളില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവരും പോയിട്ട് ഫുഡ് കഴിച്ചോളൂ, ഉറങ്ങിക്കോളൂ, റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഈ ലൈവ് നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് ആയിട്ടുണ്ടാവും എന്നുള്ള വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം മക്കളെ, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ, നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം എല്ലാ ആൾക്ക് കേട്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. എന്താണ് യെസ് മിസ്സേ ജലദോഷമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആടാ കുറേ ദിവസമായി തുടങ്ങിയിട്ട്, കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടുണ്ട്. ഓക്കെ, യെസ്, പക്ഷേ എന്നാലും ഞാൻ ലൈവിൽ കയറിയതാണ്, ജലദോഷം അല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, യെസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകൾ ഇവിടെ കമന്റ് ചെയ്യല, നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.